ഇത്രയും കാലമായിട്ട് നമുക്ക് അനുസ്മരിക്കാൻ മുറ തെറ്റാതെ എല്ലാ വർഷവും ജൂലൈ 15-ന് ഇങ്ങനെ അനുസ്മരണ യോഗം സംഘടിപ്പിക്കാൻ പറ്റുന്നു എന്നുള്ളത് തന്നെ അദ്ദേഹത്തിന്റെ മഹത്വം വിളിച്ചു പറയുന്നു. നമുക്കറിയാം, നേതാക്കന്മാർ സ്മരിക്കപ്പെടുമ്പോൾ എപ്പോഴും അവരുടേതായ രീതികളാണ് സാധാരണ സ്മരിക്കപ്പെടാറ്. ഒരു എങ്ങനെയാണ് അവർ സംഘടനയിൽ ജോലി ചെയ്തത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവരുടെ ജോലി സ്ഥലത്ത് അവർ പെരുമാറിയത് എന്നൊക്കെയാണ് നമ്മൾ സാധാരണ പരിഗണിക്കാറുള്ളത്. നമുക്ക് ഒരു സമരത്തിന്റെ ഇടയിൽ വെച്ചിട്ടാണ് ബാലഭാഷ നഷ്ടപ്പെടുന്നത്. 98-ലെ GDS സമരത്തിന്റെ ഇടയിൽ ഒരു യോഗത്തിൽ പ്രസംഗിച്ച് കഴിഞ്ഞ ശേഷം പോയപ്പോഴാണ് പെട്ടെന്ന് നെഞ്ചുവേദന വരികയും അങ്ങനെ പെട്ടെന്ന് അദ്ദേഹം അന്തരിക്കുകയും ചെയ്തു. 1998-ലാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുന്നത്. അന്ന് അദ്ദേഹം സർക്കിൾ പ്രസിഡന്റായിരുന്നു. എന്തായാലും അതുപോലെ ആ സമയത്ത് നമുക്ക് കുറെ നഷ്ടങ്ങൾ അങ്ങനെ വന്നു. അടുപ്പിച്ച ആ കാലങ്ങളിലായിട്ട് ഇതേപോലെ വിചാരിതമായ മരണങ്ങൾ. നമ്മുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന BK ബാനർജി ഡൽഹിയിൽ സ്കൂട്ടർ ആക്സിഡന്റിൽ മരണപ്പെട്ടു. അതുപോലെ PK രാജു തിരുവനന്തപുരത്ത് മറ്റേ റെയിൽ ആക്സിഡന്റിൽ മരണപ്പെട്ടു. അങ്ങനെ കുറച്ച് ഒരു അനിഷ്ട സംഭവങ്ങളുടെ കാലങ്ങളായിരുന്നു ആ സമയത്ത്. അതിൽ ഒരു അനിഷ്ട സംഭവമായിട്ട് തന്നെയാണ് KC ബാലന്റെ നിര്യാണം നമ്മൾ വിലയിരുത്തുന്നത് കാണുന്നത്. ഡിവിഷൻ സെക്രട്ടറി ആവുമ്പോഴാണ് ഞാൻ പാലക്കാട് ബ്രാഞ്ച് സെക്രട്ടറിയായിട്ട് വരുന്നത്, സംഘടനാ രംഗത്തേക്ക് വരുന്നത്. നമ്മൾ ഇപ്പോഴത്തെ പോലെ ചേർന്ന ഉടനെയൊന്നും അന്ന് നേതൃത്വത്തിലേക്ക് വരില്ലല്ലോ. കുറച്ച് കാലം പരിചയം വന്ന ശേഷം നേതൃത്വത്തിലേക്ക് എത്താൻ തന്നെ സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു 5-6 കൊല്ലമൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ ബ്രാഞ്ച് സെക്രട്ടറി ആവുന്നത്. ബ്രാഞ്ച് സെക്രട്ടറി ആകുമ്പോൾ അന്ന് ഡിവിഷൻ സെക്രട്ടറി ബാലമാഷായിരുന്നു. ബാലമാഷയെ സംബന്ധിച്ചിടത്തോളം പറയുക വളരെ ശുഭ്രവസ്ത്രധാരി, എപ്പോഴും വെള്ള വസ്ത്രം മാത്രം ധരിച്ചു വരുന്ന മാഷാണ്. കണ്ണടയിൽ കൂടെ കാണുന്ന കണ്ണുകൾ തീക്ഷ്ണമായിരുന്നു. ഒരു കവി ഭാവന അല്ലെങ്കിൽ കവിതയുടെ ശകലം കടമെടുത്താല് കണ്ണുകൾക്കുള്ളിലോടന്തി നിൽക്കും കൂർത്ത കണ്ണുകളും തളരാത്ത മനീഷയും, അങ്ങനെ പരുക്കൻ കതറാൽ മൂടി, കതറല്ലായിരുന്നു മാത്രം, കുറുതായുള്ള ദേഹവും പെരും സഹൃദയത്വവും ഇതൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ അത്ര തീക്ഷ്ണമായിരുന്നു. കാര്യങ്ങൾ പറയുമ്പോൾ അവതരിപ്പിക്കുമ്പോൾ അത് കേൾക്കുന്ന ആൾക്കാരിൽ അതൊരു എന്താ പറയുക, ഒരു ഡിറ്റി പോലെ വരുമായിരുന്നു കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഡിപ്പാർട്ട്മെന്റിനും ചെറിയൊരു ഭയമായിരുന്നു. ഒരു തവണ മന്ത്ലി മീറ്റിംഗ്, അന്നൊക്കെ വളരെ ഇതുപോലെയല്ല, മന്ത്ലി മീറ്റിങ്ങുകളൊക്കെ ഭയങ്കര സംഘർഷഭരിതവും എപ്പോഴും എന്നും ഇഷ്യൂസ് ഉണ്ടാവും. അതുപോലെ അത്തരത്തിലാണ് സംസാരിക്കുകയും ചെയ്യുക. ഇന്നത്തെ ഫ്രീഡം ഒന്നുമില്ല. അപ്പോൾ അന്നത്തെ പ്രസിദ്ധനായിട്ടുള്ള ഒരു SR ഉണ്ടായിരുന്നു. അദ്ദേഹം വലിയ എന്ത് കാര്യത്തിലും കുറ്റം കണ്ടുപിടിക്കുന്ന ആളാണ്. മന്ത്ലി മീറ്റിംഗ് 10 മണിക്ക് വെച്ചു. ബാലഭാഷ 10 മണിക്ക് എത്തി. 10 മണിക്ക് എത്തി 10 മിനിറ്റ് അവിടെ വന്നു. SR വന്നിട്ടില്ല. 10 മിനിറ്റ് അവിടെ വന്നിട്ട് അവിടെ എഴുതി വെച്ചു, ഞാൻ 10 മണിക്ക് വന്നു, നിങ്ങൾ ഇതുവരെ എത്തിയിട്ടില്ല, ഞാൻ മടങ്ങി പോകുന്നു പറഞ്ഞ് എഴുതി വെച്ച് മടങ്ങിപ്പോയി. ഇങ്ങനെ സൂപ്രണ്ട് ഒന്നും പറയാനില്ല, കാരണം തെറ്റുപറ്റിപ്പോയല്ലോ. ആർക്കായാലും പറഞ്ഞ സമയമില്ല. അത്ര കർക്കശക്കാരനായിരുന്നു ബാലഭാഷ. ഈ ജോലികളുടെ കാര്യത്തിലും നിലപാടിന്റെ കാര്യത്തിലായാലും അത്രയും കർക്കശനായിരുന്നു അദ്ദേഹം. ബേസിക്കലി കൂത്തുപറമ്പ് അടുത്തുള്ള മൂരിയാടാണ് സ്വദേശം. മൂരിയാട് നിന്നാണ് അദ്ദേഹം ജനിച്ചത് അല്ലെങ്കിൽ വളർന്നു വന്നത്. പിന്നീട് TTC കഴിഞ്ഞ് അധ്യാപകനായി കുറച്ചു കാലം വർക്ക് ചെയ്തു. തുടർന്ന് RMS കിട്ടിയപ്പോൾ കണ്ണൂർ RMS ആയിരുന്നു ആദ്യത്തെ പോസ്റ്റിംഗ് തോന്നുന്നു. കണ്ണൂരിൽ നിന്ന് പിന്നീട് കോഴിക്കോട് വന്നു. കോഴിക്കോട് RMS ഈ പറഞ്ഞ പോലെ ഒരു പനിഷ്മെന്റിന്റെ ഭാഗമായിട്ട് ഷൊർണൂർക്ക് ട്രാൻസ്ഫർ ആയി. ഷൊർണൂർ RMS കുറെ കാലം ഉണ്ടായി. ഷൊർണൂർ RMS ട്രാൻസ്ഫർ ആയി പോയ സമയത്തും അദ്ദേഹത്തിന്റെ കൾച്ചറൽ ഇത് ചെയ്തുകൊണ്ടിരുന്നു, വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. വെച്ചാൽ അവിടെ ഒരു ഫിലിം സൊസൈറ്റി, ഷൊർണൂർ ഒരു ഫിലിം സൊസൈറ്റിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ഷൊർണൂർ കുറച്ച് കാലം ഉണ്ടായി ഷൊർണൂർ. തുടർന്ന് വീണ്ടും കോഴിക്കോട്ടേക്ക് തന്നെ തലമാറ്റം കിട്ടി. പിന്നീട് കോഴിക്കോട് RMSലും HROയിലും ഒക്കെ ആയിട്ടാണ് ബാക്കിയുള്ള സമയങ്ങളുണ്ടായിരുന്നു. ആ സമയത്തൊക്കെയാണ് സർക്കിൾ പ്രസിഡന്റായിട്ടാണ് അവസാനം അദ്ദേഹം സംഘടനാ രംഗത്ത് നിന്ന് അല്ലെങ്കിൽ ലോകത്ത് നിന്ന് തന്നെ പോകുന്നത്. അതിന് മുമ്പ് കുറേ കാലം ഡിവിഷൻ സെക്രട്ടറി ആയിരുന്നു. ഇപ്പൊ ഡിവിഷൻ സെക്രട്ടറി ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ എന്ന് വെച്ചാൽ സംഘടനാ തലത്തിൽ കൂടെ വർക്ക് ചെയ്യാൻ ഒരു സാഹചര്യം ഉണ്ടായതല്ല. നേരിട്ട് ഓഫീസിൽ ഞാൻ അദ്ദേഹത്തിന് കൂടെ വർക്ക് ചെയ്തിട്ടില്ല. പക്ഷേ ഡിവിഷൻ സെക്രട്ടറി ആകുമ്പോൾ ആ നിലയ്ക്ക് നമ്മൾ ഓരോ സമ്മേളനത്തിന് പോകുമ്പോഴല്ലോ. അപ്പൊ അങ്ങനെയുള്ള പരിചയങ്ങളാണ് കൂടുതലുള്ളത്. വാസ്തവത്തില് ഒരു പുസ്തകമായിരുന്നു ബാലഭാഷയെ കണ്ടിട്ട് പഠിക്കാൻ, സംഘടനാ പ്രവർത്തനങ്ങൾ പഠിക്കാൻ ഒരുപാടുണ്ടായിരുന്നു ശരിക്കും. അപ്പൊ അതുകൊണ്ട് എത്രയും ഇതായിട്ടുള്ള വളരെ കർക്കശക്കാരിൽ നിന്ന് പുറത്തേക്ക് തോന്നുമെങ്കിലും കാര്യങ്ങളിൽ, നിലപാടുകളിൽ നമ്മളിപ്പോ പറയുന്ന പോലത്തെ നിലപാടല്ല കേട്ടോ. ഇപ്പൊ നമ്മൾ നിലപാടുകളുടെ രാജകുമാരനെ പറ്റി നമുക്ക് അറിയാമല്ലോ. ഇപ്പോഴത്തെ നിലപാടുകളുടെ രാജകുമാരനെ ഇന്ന് പറഞ്ഞ് വൈകുന്നേരം പറഞ്ഞ് നാളെ രാവിലേക്ക് മാറ്റി പറഞ്ഞ ആളാണ്. അതല്ല നിലപാട്. ബാലഭാഷ നിലപാട് അങ്ങനെയല്ല.
അത് ബാലമാഷയുടെ ശരിക്കും നിലപാടുകൾ രാജകുമാരൻ എന്ന് പറയുന്നത് എനിക്ക് പറഞ്ഞു. ഒരു നിലപാടെടുത്ത് അതിൽ തന്നെ ഉറച്ചു നിൽക്കാനുള്ള ശക്തിയും അതിനുള്ള ധൈര്യവും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. എന്തായാലും അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിലെ കാര്യത്തിൽ. ഇപ്പോൾ ഭാര്യ ഗീത ടീച്ചറാണ്, ഇപ്പോഴുണ്ട് 3 മക്കളാണ്, 3 മക്കളും വെൽ സെറ്റിൽഡ് ആയിട്ടിരിക്കുന്നു. അദ്ദേഹത്തിനെ പറ്റിയിട്ടുള്ള ഒരു രേഖാചിത്രം പറയാം. ഇനി അദ്ദേഹം എനിക്ക് പറയാൻ അല്ലെങ്കിൽ എനിക്ക് തന്നിട്ടുള്ള സബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ബാലമാഷയുടെ സംഘടന പ്രവർത്തന രീതികളെ പറ്റിയിട്ടാണ്. അത് ശരിക്കും എങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ഓർമ്മയുടെ പ്രശ്നം കാരണം ഞാനത് ഒരു നോട്ട് പോലെ ആക്കിയിരിക്കുക, എന്നാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. മറ്റത് മുമ്പാണെങ്കിൽ നിന്ന് അങ്ങനെ പറയാൻ പറ്റുമായിരുന്നു, ഇപ്പോൾ അത് പറ്റുന്നില്ല. അതുകൊണ്ട് ഒരു ചെറുതായിട്ട് പുസ്തകം റെഫർ ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. എന്തൊക്കെയാണ് ബാലമാഷ് നമ്മളെ പഠിപ്പിച്ചത്, അല്ലെങ്കിൽ സംഘടനാ പാഠങ്ങൾ എന്തൊക്കെയാണ് ബാലമാഷ് പറഞ്ഞതെന്നുള്ളതാണ്. ഒന്ന്, ആദ്യത്തെ പാഠം അദ്ദേഹത്തിന്റെ ഇതായിരുന്നു, സംഘടന വ്യക്തിയേക്കാൾ വലുതാണ്. ആദ്യത്തെ പാഠം പഠിപ്പിച്ചതെന്ന് അത് തന്നെയായിരുന്നു അദ്ദേഹം. നമ്മുടെ സംഘടനയാണ് വലുത്, അത് വ്യക്തിയല്ല. വ്യക്തികൾക്ക് അവിടെ സ്ഥാനമല്ല, വ്യക്തികളെക്കാൾ വലുതാണ് സംഘടന എന്നുള്ളതാണ് ഒന്നാമത്തെ പാഠം. അങ്ങനെ അദ്ദേഹം കുറെ ഉദാഹരണങ്ങൾ, വ്യക്തിപരമായ താല്പര്യങ്ങളെക്കാളും സംഘടനയ്ക്കുള്ള താല്പര്യം കൊടുക്കേണ്ടത്, ആ തരത്തിൽ കുറെ ഉദാഹരണങ്ങൾ പറയാറുണ്ട്. വ്യക്തിരക്തമായ കാര്യങ്ങളല്ല, സംഘടനാ താല്പര്യങ്ങൾക്കാണ് കൂടുതൽ മുൻഗണന കൊടുക്കേണ്ടത് എന്നുള്ള അർത്ഥത്തിൽ കുറെ കാര്യങ്ങൾ പറയാറുണ്ട്. സംഘടനയുടെ ലക്ഷ്യം പൊതുവായിരിക്കണം, പൊതുവായ കാര്യങ്ങളായിരിക്കണം സംഘടനയുടെ ലക്ഷ്യം. അതുപോലെ തന്നെ ഐക്യമാണ് തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ആയുധം എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കാറുണ്ട്. ഇത് പറയുമ്പോൾ സാധാരണ ഞാൻ എൻ്റെ ക്ലാസ്സുകളിൽ കൂടി ഞാൻ അങ്ങനെ പറഞ്ഞു, എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാലേ അതിനോട് ചേർന്നൊരു ഇൻസിഡന്റ് ചേർത്ത് പറയും. അപ്പോൾ ആദ്യം എനിക്കൊരു മടിയുണ്ടായിരുന്നു, എൻ്റെ കാര്യം തന്നെ അങ്ങനെ പറയുമ്പോൾ ഇവർക്ക് ബോറടിക്കും, കേൾക്കുന്നവർക്ക് ബോറടിക്കുമെന്നൊരു പേടിയുണ്ട്. പിന്നീട് കിട്ടിയ ഫീഡ്ബാക്കുകൾ അങ്ങനെയല്ല, അങ്ങനെ പറയുമ്പോഴാണ് ഞങ്ങൾക്ക് കൂടുതൽ ഉൾക്കൊള്ളാൻ പറ്റുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിൽ ഒരു സംഭവം കൂടി നമ്മൾ വിശദീകരിക്കാവുന്നതായിരിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ ഈ ഐക്യത്തിനെ പറ്റിയിട്ടുള്ള പാഠം. ഞാനന്ന് പാലക്കാട് ബ്രാഞ്ച് സെക്രട്ടറിയാണ്, ബാലമാഷാണ് ഡിവിഷൻ സെക്രട്ടറി. കാലം ഇന്നത്തെ അല്ല കേട്ടോ, ഒന്നുകൂടി പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുകയാണ്, പഴയ കാലമാണ്. പാലക്കാട് RMS 2 യൂണിറ്റ് ഉണ്ടായിരുന്നു, സെറ്റ് 1ഉം പാലക്കാട് PSO തുടങ്ങുന്ന 8 മണിക്കും സെറ്റ് 1 തുടങ്ങുന്ന 9 മണിക്കും. അപ്പൊ അന്നത്തെ ഇപ്പോഴത്തെ മാനേജ്മെന്റ് പോലെ തന്നെ മാനേജ്മെന്റ് ഒക്കെ അങ്ങനെ തന്നെ. അപ്പൊ എന്ത് ചെയ്തു വെച്ചാൽ ഈ സെറ്റ് 1 ഡ്യൂട്ടിക്ക് വരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ PSO ഡ്യൂട്ടിക്ക് വന്ന PSO മെയിൽസ് അൺഈവണാണ്. ചില ദിവസം നല്ലതും ചില ദിവസം ഉണ്ടാവില്ല, അത് അങ്ങനത്താണ് അതിന്റെ മെയിൽസ് വരിക. അപ്പൊ മെയിൽസ് കുറവാണെങ്കിൽ 8 മണിക്ക് വന്നവരോട് 9 മണിക്ക് സെറ്റ് 1 തുടങ്ങുമ്പോൾ അങ്ങോട്ട് പോകാൻ പറയും. ഇന്ന് ഇതൊക്കെ സർവ്വസാധാരണയാണ്, പക്ഷെ അന്ന് അത് അപൂർവമായിരുന്നു ഒരു സെറ്റിൽ നിന്ന് മറ്റേ സെറ്റിലേക്ക് മാറ്റാം. സംഗതി വരെ ബില്ലിങ് തന്നെയാണ്, മോളും താഴെയാണ് വർക്ക് ചെയ്യുന്നത്. എന്നാലും അത് ജീവനക്കാരിൽ ഭയങ്കര പ്രതിഷേധം ഉണ്ടാക്കി. കാരണം 8 മണിക്ക് വരുന്നവരെ 4 മണിക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് വരുന്നത്. അപ്പൊ 8 മണിക്ക് വന്ന ആളോട് 9 മണിക്ക് ഡ്യൂട്ടിക്ക് ആ സെറ്റിലേക്ക് പോകാൻ പറഞ്ഞാൽ പിന്നെ 5 മണിക്ക് പോകാൻ പറ്റുള്ളൂ. മാത്രമല്ല ഫുഡിന്റെ സമയം എല്ലാം മാറും, എല്ലാം നമ്മുടെ അറേഞ്ച്മെന്റ് ഒക്കെ മാറും എന്നുള്ള ഇന്നിപ്പോ നിങ്ങൾക്ക് പറയുമ്പോൾ ചിരി വരുന്നുണ്ടാവും. കാരണം ഇതൊക്കെ സാധാരണ സംഭവിക്കണമല്ലേ, പക്ഷെ അന്ന് അങ്ങനെ ആയിരുന്നില്ല, അങ്ങനെ സംഭവിക്കില്ലായിരുന്നു. PSOയിലേക്ക് അറേഞ്ച് ചെയ്താൽ PSOയിൽ മാത്രമേ വർക്ക് ചെയ്യൂ, സെറ്റ് 1 അറേഞ്ച് ചെയ്താൽ സെറ്റ് 1 മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അങ്ങനെയൊക്കെ ആയിരുന്നു ആ കാലത്ത്. അപ്പൊ ഇത് സമ്മതിക്കില്ല എന്ന് കണ്ടപ്പോൾ പാലക്കാട് ബ്രാഞ്ചാണെന്ന് ഒറ്റക്കെട്ടായി നിൽക്കുന്ന കാലമായിരുന്നു. സൂപ്രണ്ട് പറഞ്ഞു ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു, പറ്റില്ല, നമ്മൾ മാറി ചെയ്യില്ല, അതിന് കാരണങ്ങൾ പറഞ്ഞു. ഉടനെ സൂപ്രണ്ട് DPSനെ കൊണ്ടൊരു ഓർഡർ ചെയ്യിപ്പിച്ചു. DPSന്റെ ഒരു ഓർഡർ വന്നു. ഓർഡർ വന്നപ്പോൾ ഞങ്ങൾ സ്വാഭാവികം ബാലമാഷ എന്താ മാഷ എന്താണ് DPS പറഞ്ഞിട്ട്, നിങ്ങൾക്ക് ഒറ്റക്കെട്ടായി ഐക്യത്തോടെ നിൽക്കാൻ പറ്റുമോ, നമുക്ക് തോൽപ്പിക്കാൻ പറ്റുമോ? അപ്പൊ അതെങ്ങനെ ചോദിച്ചു, നിങ്ങൾ ആരും ആ ഓർഡർ കണ്ടു എന്ന് പറഞ്ഞ് സൈൻ ചെയ്യണ്ട, ആ ഓർഡർ സർക്കുലേറ്റ് ചെയ്യുമ്പോൾ ആരും അതിൽ സൈൻ ചെയ്യരുത്. കണ്ടു എന്ന് പറഞ്ഞ് സൈൻ ചെയ്യുന്ന പരിപാടി വേണ്ട, നിങ്ങൾ ആരും കണ്ടിട്ടില്ല. അപ്പോൾ SROമാർ സാധാരണ ചെയ്യുമല്ലോ, ഓർഡർ വന്നാൽ സർക്കുലേറ്റ് ചെയ്തു, സെറ്റൊക്കെ സർക്കുലേറ്റ്. ആരും നമ്മൾ നോട്ടീസ് ബോർഡിൽ ഒരു നോട്ടീസ് ഇട്ടു, ഇങ്ങനെ ഒരു സർക്കുലർ വരുന്നുണ്ട്, ആരും അതിൽ അക്നോളജ് ചെയ്യരുത്, സൈൻ ചെയ്യരുത്, ഒറ്റ നോട്ടീസ്. ഒരു കുട്ടി സൈൻ ചെയ്തില്ല, ആ ഓർഡർ തിരിച്ചു പോയി, ആ കേസ് അവിടെ നിന്നു. അതാണ് ഐക്യം. ആ ഐക്യം കൊണ്ട് ഇത് ഒരാൾ മാറിയെന്നാ പോയി, ഒരാൾ ഒപ്പിട്ടത് കേസായി പോകും. അങ്ങനെ ആ ഐക്യത്തോടെ നിൽക്കാൻ പറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് ഏത് കാര്യത്തിലായാലും വിജയം വയ്ക്കാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നമാണല്ലോ, ഇപ്പൊ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇപ്പൊ ടൈം ചേഞ്ചിനെതിരായിട്ട് ഒറ്റക്കെട്ടായിട്ട് നിൽക്കാൻ പറ്റുമോ? അതാണ് ഇപ്പോൾ സംസാരിക്കുന്ന പ്രശ്നം തന്നെയാണ്. നമ്മൾ നിൽക്കാതിരിക്കുക, അല്ലെങ്കിൽ ഹാർഡ് കോർ ആയിട്ടുള്ള യൂണിയൻ ആക്ടിവിസ്റ്റ് ഒക്കെ നിൽക്കാതിരിക്കാം, പക്ഷെ എല്ലാവരും നിൽക്കുമോ? അതാണ് സംശയം. അപ്പൊ അതാണ് ഐക്യത്തിന്റെ പ്രാധാന്യത്തിനെ പറ്റി വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നതാണ്. തന്നെയാണ് അദ്ദേഹം പഠിപ്പിച്ച ഒരു പാഠം. അത് തന്നെയാണ്, ഐക്യമുണ്ടെങ്കിൽ നമുക്ക് എന്തിനേയും ചെറുത്ത് തോൽപ്പിക്കാൻ പറ്റും. അതില്ല എങ്കിൽ ഏതെങ്കിലും 1-2 പേര് കൊഴിഞ്ഞു പോയാൽ കൂടി ഒരു പക്ഷേ അതിന്റെ ലക്ഷ്യം പരാജയപ്പെട്ടേക്കും എന്നുള്ള വ്യക്തമായ ഒരു പാഠം തന്നെയായിരുന്നു. ഏതായാലും ഈ ഇൻസിഡന്റ് കൂടെ ഞങ്ങൾക്ക് അത് വ്യക്തമായി. മാത്രമല്ല അത് ആ ഇൻസിഡന്റ് എന്നുള്ളതിനേക്കാൾ അത് കിട്ടിയ മോറൽ ബൂസ്റ്റിംഗ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ വിചാരിച്ചാൽ ചിലത് സാധിക്കുന്ന എല്ലാ ജീവനക്കാരും തോന്നുകയാണ് ചെയ്യും. ഒരു ഓർഡർ തന്നെ
സൈൻ ചെയ്യാതെ അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യപ്പെടാതെ അടയ്ക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും അത് ഓരോ ജീവനക്കാരനും അതിൻ്റെ ഒരു വിജയം ആഘോഷിക്കാൻ മാനസികമായിട്ടെങ്കിലും ഒരു ആഘോഷം ഉണ്ടാവും ഉള്ളിൽ. അപ്പൊ അതുപോലെ ആയിരിക്കണം തൊഴിലാളി ഐക്യത്തിനാണ് ആദ്യം പ്രാധാന്യം കൊടുക്കേണ്ടത്. സംഘടനയാണ് വലുത്, വ്യക്തിപരമായ കാര്യങ്ങളല്ല എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഏറ്റവും പ്രശ്നം. അത് തന്നെയല്ലേ എന്തുകൊണ്ടാണ് നമുക്ക് ഐക്യത്തിൽ പല എല്ലാവരും കൂടി യോജിപ്പിക്കാൻ പറ്റാത്തത്? എനിക്ക് MACP വരുന്നു, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ അറേഞ്ച്മെന്റ് തെറ്റിപ്പോവും, എനിക്കിപ്പോൾ തൽക്കാലം ഇവിടുന്ന് കിട്ടേണ്ടത് അത് മാറിപ്പോകും എന്നുള്ള കാരണങ്ങളൊക്കെയാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത്. അപ്പോൾ അത് നമ്മളെ ഐക്യത്തിന് ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ MACPയുടെ കാര്യത്തിൽ ഒരു കുറ്റം പറയാൻ പറ്റില്ല. ആർക്കായാലും MACP വേണമെന്നുണ്ടാവും, കിട്ടണമെന്നുണ്ടാവും, ത്യജിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഒക്കെ ശരിയാണ്, അതല്ലാന്നല്ല പറഞ്ഞ ഞാൻ പറഞ്ഞ കാലത്തിന്റെ മാറ്റം ഉണ്ട് അതിൽ. പക്ഷെ എങ്കിലും ആ പ്രിൻസിപ്പൽ, അതിന്റെ ബേസ് ഉണ്ടല്ലോ, ഐക്യം എന്നുള്ള ബേസ് ഇപ്പോൾ നിലനിൽക്കുകയാണ്. അത് വേണം. അത് ഏതൊക്കെ തരത്തിൽ അത് ചിലപ്പോൾ സൂത്രപ്പണികൾ വേണ്ടിയിരിക്കും. MACPക്കാരനെ നമ്മൾ നൈറ്റിൽ സമരം ചെയ്യേണ്ട ദിവസം MACPക്കാരനെ തലേദിവസം ഡ്യൂട്ടി കൊടുപ്പിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അതൊക്കെ നമ്മുടെ ടാക്ടിക്സുകളാണ്, അടവ് നയങ്ങളാണ്. അതൊക്കെ ചെയ്യാറുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ എങ്കിലും അൾട്ടിമേറ്റ് ആയിട്ട് ഐക്യം തന്നെയാണ് ഏറ്റവും പ്രധാനം. തൊഴിലാളികളുടെ ഇടയിലുള്ള ഐക്യം ഏറ്റവും പ്രധാനമാണ് എന്നാണ് ബാലമാഷയുടെ ഒന്നാമത്തെ പാഠമുണ്ടായത്. രണ്ടാമത്തെ പ്രവർത്തകരോടുള്ള അടുപ്പം അദ്ദേഹത്തിന്റെ, അതായിരുന്നു രണ്ടാമത്തെ അദ്ദേഹത്തിന് പഠിക്കാനുണ്ടായിരുന്ന ഒരു മൂല്യം. എല്ലാവരോടും അദ്ദേഹത്തിന് അടുപ്പമുണ്ടായിരുന്നു, ഏത് ജീവനക്കാരനോട് അടുപ്പമുണ്ടായിരുന്നു. ഇപ്പൊ പൊതുവെ എല്ലാവർക്കും ഉണ്ട്, ഇപ്പോഴും സാധാരണ നേതാക്കന്മാർ സൂക്ഷിക്കുന്നു. പക്ഷെ അതുപോലെയല്ല, വ്യക്തിപരമായ അടുപ്പം തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ അപൂർവ നേതാക്കന്മാരെ അത്ര വ്യക്തിപരമായ അടുപ്പം സൂക്ഷിക്കാറുള്ളൂ. എനിക്കിപ്പോൾ ഓർമ്മ വരുന്ന ഞങ്ങളെ പാലക്കാട് ഹർമസിൽ ഉണ്ടായിരുന്ന അബൂബക്കറുണ്ട്. അബൂബക്കർക്ക് ഓരോ വ്യക്തിയും അവരുടെ കുടുംബത്തിനും വ്യക്തമായിട്ട് അറിയാമായിരുന്നു രാജ്യത്ത്. അപ്പൊ അതുപോലെ തന്നെയായിരുന്നു ബാലമാഷ കാര്യത്തിലായാലും ശരി. എല്ലാ വ്യക്തികളെയുമായിട്ടുള്ള പേഴ്സണൽ ബന്ധം വലിപ്പച്ചെറുപ്പം ഇല്ലാതെ, അത് മസ്ദൂർ ആണെങ്കിലും ശരി, GDS ആണെങ്കിലും ശരി, അവിടുന്ന് മുകളിൽ സൂപ്പർവൈസർമാർ വരെ എല്ലാവരായിട്ടും വ്യക്തിബന്ധവും വ്യക്തിപരമായ അടുപ്പം സൂക്ഷിച്ചിരുന്നു. നമ്മുടെ സഖാവ് എം കൃഷ്ണനെ പറ്റിയിട്ട് ഇവർ പറയാറുണ്ട്. ഇന്ദിരാകൃഷ്ണകുമാർ പഴയ ഒരു PMG മെമ്പറൊക്കെ ആയിരുന്നു. ഇന്ദിരാകൃഷ്ണകുമാർ അനുസ്മരിക്കേണ്ട ഒരു സ്ഥലത്ത് എം കൃഷ്ണനെ ഞാൻ അറിയും. കുറെ കാര്യങ്ങൾ ഞങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പല കാര്യങ്ങളിലും കാര്യം മനസ്സിലായാൽ ആള് പിന്മാറാറുണ്ട്, കാര്യം എതിർക്കാറുണ്ടെന്നൊക്കെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞൊരു പോയിന്റ് ഇതായിരുന്നു. ഞാൻ സുഖമില്ലാതെ ആസ്പത്രി കിടക്കുകയാണ്. ഞാൻ തിരിച്ച് PMG ആയിട്ട് ഇവിടെ വരുന്നില്ല, ഞാൻ തിരിച്ച് ഡൽഹി പോവാണ്. എന്നെ കൊണ്ട് കൃഷ്ണനൊരു ആവശ്യമില്ല പിന്നെ. പക്ഷെ എങ്കിലും കൃഷ്ണൻ എന്നെ ഹോസ്പിറ്റലിൽ കാണാൻ വന്നു. അതാണ് ബന്ധം എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ ആയിരുന്നു ബാലമാഷ കാര്യത്തിൽ ശരി. അത്തരത്തിലുള്ള ബന്ധം സൂക്ഷിക്കാൻ ബാലമാഷ വളരെ ശ്രദ്ധിച്ചിരുന്നു. പരസ്പരം ആൾക്കാർ തമ്മിലുള്ള ബന്ധങ്ങൾ, ജീവനക്കാർ തമ്മിലുള്ള പ്രവർത്തകരുടെ എല്ലാ പ്രവർത്തകരെയും കേൾക്കുക. അതായിരുന്നു അദ്ദേഹത്തിന്റെ ഇത്. എത്ര ചെറിയ പ്രശ്നമായാലും അദ്ദേഹം ശ്രദ്ധിച്ച് കേൾക്കും. നല്ലൊരു കേൾവിക്കാരനെ പോലെ അത് കേട്ട് അതിനുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും, അല്ലെങ്കിൽ ചിലത് വളരെ കഠിനമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ ആവും വരിക. നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങൾ ആരും ഒപ്പിടാതെ പോകണം എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അനുസരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള കഠിനമായ നിർദ്ദേശങ്ങളൊക്കെ വരും. പക്ഷെ എങ്കിലും അത് വരുന്നത് ഹൃദയത്തിൽ നിന്നായിരിക്കും. അതുകൊണ്ട് എന്നിട്ട് അതൊരു എന്താ പറയുക, ഉപരിപ്ലവമായിട്ടുള്ള കാര്യങ്ങളാവില്ല. ഹൃദയത്തിൽ നിന്ന് കൊണ്ട് സംസാരിക്കാൻ അദ്ദേഹത്തിന് അറിയുമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇതായിട്ടുള്ള കാര്യം. ഇപ്പോൾ സംഘടനയെ ശക്തിപ്പെടുത്തുന്നത് പരസ്പര ബന്ധമാണ് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ കാര്യം. മൂന്നാമത് അദ്ദേഹത്തിന്റെ ഒരു പോയിന്റായിട്ട് തോന്നിയിട്ടുള്ളത് സത്യസന്ധതയും നിസ്വാർത്ഥതയുമാണ്. അദ്ദേഹം ഒരിക്കലും ഒരു സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടോ സത്യസന്ധത വ്യതിചലിക്കാറില്ല. ഒരു കളവ് പറയുന്ന അങ്ങനത്തെ ഒന്നും പറ്റില്ല. ആകെ ചെയ്യുന്നത് ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങളിലാണ്. അതായത് പണ്ടൊക്കെ എങ്ങനെ വെച്ചാൽ സമരം ഉണ്ടായി കഴിഞ്ഞാൽ എക്സ്പ്ലനേഷൻ ചോദിക്കുമല്ലോ. എക്സ്പ്ലനേഷൻ ചോദിച്ച് എഴുതി കൊടുക്കുക, ഐ കുഡ് നോട്ട് അറ്റൻഡ് ഡ്യൂട്ടി ബിയോണ്ട് സർക്കംസ്റ്റാൻസസ് ഓഫ് മൈ കൺട്രോൾ. അത് സത്യമാണോ ചോദിച്ചാൽ സത്യമാണ്, ഇത് നുണയാണോ ചോദിച്ചാൽ നുണ, അങ്ങനെ പറയാമോ എന്ന് വെച്ചാൽ സമരത്തിലാണെന്ന് എഴുതി കൊടുക്കാറില്ല. അങ്ങനെ എന്താ അറിയില്ല, അന്നത്തെ രീതി അങ്ങനെയായിരുന്നു. ഞാൻ സമരത്തിലാണെന്ന് പറഞ്ഞ് എഴുതി കൊടുക്കാറില്ല. ഇപ്പോഴൊക്കെ അതിനുശേഷം മാറ്റം വന്നു. ഇപ്പൊ നമ്മൾ ആസ് പെർ കോൾ ഓഫ് മൈ യൂണിയൻ ഐ വാസ് ഓൺ സ്ട്രൈക്ക് എന്നൊക്കെ പറഞ്ഞ് എഴുതി കൊടുക്കാൻ തുടങ്ങി. അപ്പൊ അതിന് പ്രശ്നമില്ല. അന്നത്തെ കാലത്ത് അങ്ങനെ എഴുതില്ല കൊടുത്തിരുന്നത്, എന്റെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചായിട്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ്. അങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും എന്നല്ലാതെ അതൊന്നും ഇപ്പൊ ഒരു കുറ്റമല്ലല്ലോ. അത്തരത്തിലല്ലാതെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് അങ്ങനെ ഒരു വ്യതിചലനം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിസ്വാർത്ഥ പ്രവർത്തനത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഇന്നത്തെ കാലത്ത്. കാരണം സംഘടനാ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നിസ്വാർത്ഥ പ്രവർത്തനം. നമുക്കറിയാം, നമ്മുടെ ഈ ഡിവിഷൻ സെക്രട്ടറിമാരും സർക്കിൾ സെക്രട്ടറിമാരൊക്കെ ബുദ്ധിമുട്ടുന്നത് അവർക്ക് അതിലൊരു ലാഭമൊന്നും ഉണ്ടായിട്ടില്ല. അവർക്ക് ഇപ്പോൾ രാജേന്ദ്രൻ എത്തിയിട്ടില്ല. രാജേന്ദ്രനൊക്കെ റിട്ടയർ ചെയ്യുമ്പോൾ ലീവ് എത്രയായിരുന്നു എൻകാശിയായിരുന്നു? വളരെ കുറച്ച് ലീവ് ഉണ്ടായിരുന്നു. ലീവൊക്കെ അതിന് വേണ്ടി എടുത്ത് ചെലവാക്കുന്നതാണ്. സ്വന്തം അവരവർക്ക് കിട്ടാവുന്ന ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ അതിനെ കൂടി ത്യജിച്ചുകൊണ്ടാണ് അവർ ഈ ജോലി ചെയ്യുന്നത്.
അപ്പൊ അത് നിസ്വാർത്ഥത ബാലമാഷോ തന്നെ ആ തരത്തിൽ തന്നെയായിരുന്നു. ഞാൻ പറഞ്ഞത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. നേതാക്കന്മാരുടെ കാര്യത്തിൽ അത് വളരെ അവരവരുടെ ലിഷർ ടൈമിൽ ചെയ്യുന്ന പണിയാണ്. പക്ഷെ ഇപ്പൊ അവരുടെ ഡ്യൂട്ടി ആയിട്ട് മാറാൻ പലപ്പോഴും. അപ്പൊ ആ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ സംഘടനയാണ് കൂടുതൽ വലുതെന്നുള്ളത് തന്നെ നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങൾ സാധാരണ കാഴ്ചവെക്കണം. അവരവരുടെ സ്വന്തമായ നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല നിലകൊള്ളേണ്ടത് എന്നുള്ളതാണ്. പലപ്പോഴും അത് ഒരു ടെസ്റ്റിംഗ് ടൈമായിട്ട് വരാറുണ്ട്. എന്നുവെച്ചാൽ എനിക്കൊരു നേട്ടം വരണം, ഞാൻ നേട്ടം എടുക്കണോ, അതോ ഞാൻ എൻ്റെ സംഘടന ശക്തിപ്പെടുത്താനുള്ള രീതിയിലേക്ക് അങ്ങോട്ട് മാറി നിൽക്കണോ? ഇത് ഇപ്പോഴൊന്നല്ല തുടങ്ങിയത്. പണ്ട് തന്നെ നമ്മുടെ താരാപഥ പോലെ എൻട്രി പാർട്ടി താരാപഥ പോലെ അവരുടെ കാലത്ത് തന്നെ ഇതുണ്ടായിരുന്നു. അവരെ ഒതുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പ്രൊമോഷൻ കൊടുക്കാൻ ഗവൺമെന്റ് പറഞ്ഞിരുന്നു. പക്ഷെ അവര് അതല്ല സ്വീകരിച്ചത്. ഞങ്ങൾ സംഘടനാ ഭാഗത്ത് നിന്നൊക്കെയുള്ളൂ എന്ന് സ്വീകരിച്ചത് രീതികളുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ ഇത്തരം സന്ദർഭങ്ങളിൽ തീർച്ചയായും സംഘടനയുടെ ഭാഗത്ത് നിസ്വാർത്ഥത ഭാഗത്ത് അവരവരുടെ താല്പര്യങ്ങളെ ബലികഴിച്ചുകൊണ്ടായാലും നിൽക്കാൻ കാണിച്ച ഒരു കഴിവ് അല്ലെങ്കിൽ അതിന് കാണിച്ച ഒരു എന്താ പറയുക മൂല്യം, അത് തീർച്ചയായിട്ടും നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്, നമ്മൾ സ്മരിക്കേണ്ടതാണ്. ആ മൂല്യം എന്നുള്ളതാണ്. സാധാരണ പറയാറുണ്ട്, രണ്ട് ശക്തികൾ സാധാരണ ഒരു മനുഷ്യനെടുത്ത് വരുത്ര: ശ്രേയസ്സും പ്രേയസ്സും. പ്രസിദ്ധമായിട്ടുള്ള കഠോപനിഷത്തിൽ നചികേതസ് എന്ന് പറഞ്ഞ കഥാപാത്രത്തിനോട് യമൻ പറഞ്ഞു കൊടുക്കുന്നതാണ്. അല്ലയോ നചികേതസ്, നിന്റെ നല്ല സാധാരണക്കാരുടെ അടുത്ത് രണ്ട് ശക്തികൾ വരും. ഒന്ന് ശ്രേയസ്, മറ്റത് പ്രേയസ്. നല്ല ബുദ്ധിമാന്മാരായിട്ടുള്ളവർ ശ്രേയസിനെ തിരഞ്ഞെടുക്കും. കാരണം ശ്രേയസ് എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് ഉണ്ടാവുന്ന ഒരു എന്താ പറയട്ടെ നല്ല കാര്യമാണ് ശ്രേയസ് എന്ന് പറഞ്ഞാൽ. എന്നാൽ പ്രേയസ് എന്ന് പറഞ്ഞാൽ തൽക്കാല ഗുണമായിരിക്കും. അപ്പൊ ഒരിക്കലും നല്ല മനുഷ്യന്മാർ ഒരിക്കലും പ്രേയസിനെ തിരഞ്ഞെടുക്കരുത്, ശ്രേയസിനെ തിരഞ്ഞെടുക്കണം. ഇത് തന്നെയാണ് നമ്മുടെ സംഘടനാ തലത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ അടുത്ത് ശ്രേയസ്സും പ്രേയസ്സും വന്ന് നമ്മൾ ശ്രേയസിനെ തന്നെ തിരഞ്ഞെടുക്കണം. താൽക്കാലിക ഗുണങ്ങളായിട്ടുള്ള സ്വാർത്ഥ ലാഭങ്ങളായിട്ടുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കരുത് എന്നുള്ളത് തന്നെയായിരുന്നു. ഇത് തന്നെയായിരുന്നു ബാലമാഷ് സാധാരണ പറയാറുണ്ടായിരുന്നു. അത് തന്നെയായിരുന്നു. അപ്പൊ അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ അടുത്ത പാഠമായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി അടുത്ത് പഠിക്കുകയും പഠിപ്പിക്കുകയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നത്തെ സാഹചര്യത്തിൽ. പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹം പറയാറുണ്ടായിരുന്ന ഒരു കാര്യം. പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ യൂണിയൻ ലീഡേഴ്സൊക്കെ സാധാരണ നന്നായി പഠിച്ചിരിക്കണം. എല്ലാവരും പഠിക്കണം അല്ലാന്നല്ല, പക്ഷെ നേതാക്കന്മാർക്ക് കൂടുതൽ ബ്രാഞ്ച് സെക്രട്ടറി മുതൽക്ക് പഠിക്കണം. എനിക്കൊക്കെ ബ്രാഞ്ച് സെക്രട്ടറി ആയപ്പോൾ തന്നെ ആദ്യം എന്നോട് പറഞ്ഞ രണ്ട് പുസ്തകം എത്തിയേക്കാറുണ്ട്: CC റൂൾസും CC റൂൾസും കോൺട്രാക്ട് റൂൾസും. അന്നൊന്നും എന്താണെന്ന് അറിയില്ല. ഞാൻ സർവീസിൽ വന്ന കാലത്താണ്. അന്ന് ഇതിനെ പറ്റിയൊന്നും അറിവില്ല, അത് വായിച്ചാൽ മനസ്സിലാവില്ല. അപ്പോൾ ആ പുസ്തകങ്ങൾ വ്യക്തിയൊക്കെ വായിക്കണം. നിങ്ങൾ ഇനി മുതൽക്ക് റെപ്രസെന്റേഷൻ എഴുതി കൊടുത്തു തുടങ്ങണം കുട്ടികൾക്ക്. എന്ന് വെച്ചാൽ ജീവനക്കാരെ എല്ലാവരും എക്സ്പ്ലനേഷൻ എഴുതാൻ എണ്ണവരാവില്ല. അപ്പൊ അങ്ങനത്തെ ഡിഫൻസ് എഴുതി കൊടുത്ത് ശീലിക്കണം. അങ്ങനെ ശീലിച്ചിട്ട് വേണം മുകളിലേക്ക് എത്താൻ. ഞങ്ങളൊക്കെ അങ്ങനെ വന്നവരാണ്. അപ്പൊ അതാണ് പഠിക്കുക, പഠിച്ചുകൊണ്ടേയിരിക്കണം. അത് പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. ആ പഠിച്ചുകൊണ്ടിരുന്നാലേ നമുക്ക് എന്തെങ്കിലും ഡിഫെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങളിൽ നമുക്ക് ഇടപെടാൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ട് പഠിക്കുക എന്നുള്ളതാണ് ഒരു ജീവനക്കാരൻ്റെ അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് സെക്രട്ടറി മുതൽക്ക് ആരും നിലനിന്നില്ല, ജീവനക്കാരുടെ നേതാക്കന്മാരുടെ ഒക്കെ തൊഴിലാളി പ്രവർത്തകരുടെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഡ്യൂട്ടി അതാണ്, പഠിക്കുക എന്നുള്ളതാണ്. അവരൊരു പഠിച്ചാൽ മാത്രം മതിയോ? പോരാ, പഠിപ്പിക്കുകയും വേണം. നമ്മൾ അറിയുന്ന കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കുകയും വേണം, പഠിക്കുകയും വേണം, പഠിപ്പിക്കുകയും വേണം. അങ്ങനെ ആകുമ്പോഴാണ് ഈ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ളൊരു പ്രധാനപ്പെട്ട പാഠം കൂടി അതിനുണ്ട്. ഇപ്പോൾ പുതിയ കാലമാണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോകുന്ന കാലമാണ്, AI ആണ് ഇപ്പോൾ എല്ലാം വരുന്നത്. അപ്പോൾ നമുക്കെന്താ അറിയാം, നമ്മുടെ രംഗത്ത് വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്. അടുത്ത കാലത്തായിട്ട് വന്നിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ, ഒരു കൊല്ലത്തിനുള്ളിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെ പറ്റി നമുക്കറിയാം. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുകയും അതിനനുസരിച്ചിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും വേണമെന്നുള്ളതാണ്. 2023 പോസ്റ്റ് ഓഫീസ് ആക്ട് വന്നു. ആ പോസ്റ്റ് ഓഫീസ് ആക്ട് വന്ന ശേഷം വന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒരുപാട് മാറ്റങ്ങൾ വന്നില്ലേ? മുമ്പാണെങ്കിൽ നമുക്കറിയാം ഇൻലൻഡിന്റെയും കവറിന്റെയും വില കൂട്ടുന്നത് പാർലമെന്റാണ്. ബജറ്റിലാണ് ഇൻലൻഡിന്റെയും കവറിന്റെയും വില കൂടുക. ബജറ്റ് വരുമ്പോഴേ അറിയുള്ളൂ. അടുത്ത ഇൻലൻഡിന്റെ 25 പൈസ 50 പൈസ 75 പൈസയ്ക്കോ അല്ലെങ്കിൽ 250 3 എന്നൊക്കെ അന്നങ്ങനെ വന്നിരുന്നു. ഇപ്പോ പുതിയ നിയമപ്രകാരം ആദ്യം അത് ഗവൺമെന്റ് എന്ത് ചെയ്തു? ആ അധികാരം ഗവൺമെന്റിലേക്ക് ആക്കി. പാർലമെന്റ് ഒന്നും വേണ്ട, ഗവൺമെന്റ് വേണമെങ്കിൽ നോട്ടിഫൈ എന്നാക്കി. ഇപ്പൊ വന്ന നിയമപ്രകാരം 2023 പോസ്റ്റൽ റെഗുലേഷൻസ് വന്നപ്പോൾ ആ അധികാരം ഗവൺമെന്റിൽ നിന്നും വന്നിട്ട് DGക്ക് ആയി. ഇപ്പൊ DGക്ക് വേണമെങ്കിൽ പുതിയ പ്രോഡക്റ്റ് തുടങ്ങാം, പുതിയ വില കൂട്ടാം, എന്ത് വേണമെങ്കിലും അധികാരം DGക്ക് മാത്രമായി. പുതിയ നിയമത്തിന്റെ വലിയൊരു പരിണിത ഫലമാണ് പോകാൻ പറ്റുന്നത്. നമ്മൾ പഠിച്ചിരിക്കേണ്ട ഫലം കൂടിയാണ്. ഈ 2023 ബില്ല് നമുക്ക് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഇവിടെ നങ്കടാണ്, ഇനിയാണ് അതിന്റെ മുകളിലേക്കാണ് ഇനി കെട്ടിയെടുക്കാൻ പോകണം. അതിന്റെ കൂട്ടത്തിൽ എന്തൊക്കെ വന്നു? ലേബർ കോഡ് വന്നു. ലേബർ കോഡ് വന്നതിന്റെ ഫലങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കാൻ തുടങ്ങി. ഇപ്പോഴേ വരാൻ തുടങ്ങിയിട്ടുള്ളൂ. ലേബർ കോഡ് പാസ്സായി കഴിഞ്ഞിട്ട് ആദ്യത്തെ
ഒരു അനിഷ്ട സംഭവമാണെന്ന് ഇപ്പോൾ കൊച്ചിയിലത്തെയാണ് കൊറോണ ഹെൽത്ത് കെയറത്തെ 300 പേരെ പിരിച്ചുവിട്ടു. ഇത്രയും എന്താണെന്ന് വെച്ചാൽ 100 പേരെ പിരിച്ചുവിടാൻ 100 പേരിലധികം പിരിച്ചുവിടാൻ സാധാരണ പെർമിഷനും കാര്യങ്ങളും കുറേ ഫോർമാലിറ്റീസ് ഉണ്ടായിരുന്നു. അത് എടുത്തു കളഞ്ഞു. ലേബർ കോഡിൽ വന്നപ്പോൾ അത് എടുത്തു കളഞ്ഞു. അപ്പോൾ 300 വരെയുള്ളവരെ ഒറ്റയടിക്കണം പിരിച്ചുവിടാം, നാളെ രാവിലെ വരണ്ടെന്ന് പറയാം. അതിന് കാരണം ഈ ലേബർ കോഡാണ്. ഇപ്പോൾ ലേബർ കോഡിനെ പറ്റി അറിയണ്ടേ നമ്മൾ? ഇന്ന് രാവിലെ എം പി രാജേഷ് കുറേ കാര്യങ്ങൾ അതിനെ പറ്റി പറഞ്ഞു. കോഡിനെ പറ്റിയില്ലെങ്കിൽ അങ്ങനത്തെ ജനറൽ കാര്യങ്ങൾ. അപ്പോൾ അതും അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ പഠിക്കണം എന്ന് പറഞ്ഞതിൽപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അതുപോലെ തന്നെ പുതുതായി വന്നിട്ടുള്ള കാര്യങ്ങൾ എന്ത് മാറ്റാണ് നമ്മൾ 23 വന്നത്? 2023 ബില്ലിൽ ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് ഉള്ള ഡിവിഷനെ മാറ്റിക്കളഞ്ഞു. മുമ്പ് ഫസ്റ്റ് ക്ലാസ് ആർട്ടിക്കിൾ, സെക്കൻഡ് ക്ലാസ് ആർട്ടിക്കിൾസ് ഡിവിഷൻ, ഫസ്റ്റ് ക്ലാസ് ആർട്ടിക്കിൾസ് എയർലിഫ്റ്റ് കൊടുക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ അതൊക്കെ ഒറ്റയടിക്കാണല്ലേ. രജിസ്ട്രേഷൻ എന്നുള്ള സംവിധാനം നിർത്തിപ്പോയി. അത് സ്വീപ്പ് പോസ്റ്റോടുകൂടി മർജ് ചെയ്തിട്ട് 17 രൂപയ്ക്ക് രജിസ്റ്റർ ചെയ്യുന്ന സാധനം ഇപ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് എന്ന് വെച്ചാൽ ഞങ്ങൾ വില ചുരുക്കുക ചെയ്തതെന്നാണ്. എന്താ വെച്ചാൽ 17 രൂപ 5 രൂപയ്ക്ക് രജിസ്റ്റർ ചെയ്യണം. പക്ഷെ 5 രൂപയ്ക്ക് രജിസ്റ്റർ ചെയ്യുന്നത് സ്പീഡ് പോസ്റ്റ് ആക്കിയിട്ട് വേണം. 50 രൂപ 60 രൂപ കൊടുത്തിട്ട് സ്പീഡ് പോസ്റ്റ് ആക്കിയിട്ട് പിന്നെ 5 രൂപ കൊടുത്താൽ രജിസ്റ്റർ ചെയ്യാം. അല്ലാതെ രജിസ്ട്രേഷൻ ചാർജ് ചുരുക്കല്ല ചെയ്തത്. പക്ഷെ അതിന്റെ പ്രസന്റേഷൻ അങ്ങനെയാണല്ലോ. പ്രസന്റേഷനിലാണ് കാര്യം. രാവിലെ പറഞ്ഞ കാര്യം ഞാൻ ആലോചിച്ച് നോക്കുകയാണ്. എല്ലാം പ്രസന്റിങ്ങിനോടത്താണ്, മറ്റേ പ്രൊപ്പഗൻഡയിലാണ് കാര്യം കിടക്കുന്നത്. നമ്മുടെ പുതിയ മുഖ്യമന്ത്രി ഏറ്റവും എക്സ്പേർട്ടാണ്. ഞാൻ വിചാരിക്കാറുണ്ട്, നമ്മൾ പഠിക്കുന്ന കാലത്ത് കുറേ പേരെങ്കിലും ജൂലിയസ് സീസർ പഠിച്ചിട്ടുണ്ടോ? ജൂലിയസ് സീസറിൽ ആന്റണി സ്പീച്ച് എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ഭാഗമുണ്ടല്ലോ. ആന്റണി ശരിക്കും പറഞ്ഞാൽ ബ്രൂട്ടസിന്റെ കൂടെ എന്ന് വിചാരിച്ചിട്ടാണ് ആന്റണി സമ്മതിക്കണം പ്രസംഗിക്കാൻ. ആന്റണി വന്ന ഉടനെ പ്രസംഗിക്കുമ്പോൾ ആദ്യമൊക്കെ വളരെ ഇതായിട്ട് പറയണം, സീസർ മഹാമോശക്കാരനായിരുന്നു, സീസർ അങ്ങനെയായിരുന്നു, അങ്ങനെ പറഞ്ഞു വന്നിട്ട് എന്തായി? അവസാനം സീസർ നല്ലവനും ബ്രൂട്ടസ് മോശക്കാരനാവണം. എല്ലാവരും കൂടി ബ്രൂട്ടസിനെ കുത്തിക്കൊല്ലും ചെയ്യും. അതാണ് ഒരു കാര്യത്തിനെ വളച്ചൊടിച്ച് അതിനെ വേറൊരു തരത്തിലേക്ക് ആക്കാൻ പറ്റുക എന്ന് പറയുന്നത്. ആ ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിക്കുണ്ട്. അതന്നെയാണ് അദ്ദേഹം ആ ആധികാരികമായിട്ട് പറയുന്നത് കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോലെ. ഈ ന്യൂസ് വിഴിഞ്ഞം കേസ് വന്ന് ദേശാഭിമാനിയിലാണ് ആദ്യമായിട്ട് വന്നത്. ടി വിയിലൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടോ? അതിനുശേഷം പിറ്റേ ദിവസം മറ്റു ചാനലുകൾ പറഞ്ഞു. ആദ്യം എക്കണോമിക് ടൈംസിൽ വന്നത്, പിന്നീട് മാതൃഭൂമിയിൽ വന്നു. അത് കഴിഞ്ഞിട്ടാണ് ദേശാഭിമാനി വരുന്നത്. എന്നിട്ട് മൂപ്പര് അടിച്ചിരുന്ന് പറയുകയാണ് ആദ്യമായിട്ട് വന്ന് ദേശാഭിമാനിയിലാണ്. അപ്പൊ ഇങ്ങനെ പച്ചക്കള്ളം അങ്ങനെ പറയാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അത് അങ്ങനത്തെ ആൾക്കാരെയും കൂടി നമ്മൾ നേരിടേണ്ട ആവശ്യം വരാനാണ് അർത്ഥം. അതാണ് അപ്പോഴത്തെ നമ്മുടെ അവസ്ഥ. അതാണ്. അപ്പം അതുകൊണ്ട് പഠിക്കുക എന്നുള്ളതിൻ്റെ പ്രാധാന്യം കൂടി വരിക. പഠിക്കുക വേണം, നമ്മൾ പഠിപ്പിക്കും വേണം തീർച്ചയായിട്ടും. ഇപ്പം ഏറ്റവും യൂറോപ്യൻ രാജ്യങ്ങളിലോ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലത്തെ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് എങ്ങനെ ഡെവലപ്മെന്റ് എന്നറിയോ? എല്ലാ ജീവനക്കാർക്കും തലയിൽ ഒരു ക്യാമറ കൊടുക്കുന്നുണ്ട്. ക്യാമറ പറഞ്ഞാൽ വലിയ ക്യാമറ എന്നാ പറ്റിയ മീൻസ് ചെറിയ ടൈപ്പ് ക്യാമറ. എന്തിനാണെന്നറിയോ? അവരുടെ വർക്കൊക്കെ ക്യാമറയിൽ റെക്കോർഡ് ചെയ്യും. ഇപ്പം നമ്മൾ സോർട്ടിംഗ് ടെസ്റ്റിന് വേണ്ട തലയിൽ ക്യാമറ വന്നാൽ ഇവർ സോർട്ടിങ്ങിനൊക്കെ ക്യാമറ റെക്കോർഡ് ചെയ്യും. ഈ ക്യാമറ കൊണ്ടിട്ട് AI ടൂൾ ആയിട്ട് ലിങ്ക് ചെയ്തിട്ട് ഈ വർക്ക് ഇനി AIക്ക് ചെയ്യാൻ പറ്റും, പിന്നെ സോർട്ടിംഗ് ടെസ്റ്റിന് വേണ്ട. അങ്ങനെ റെക്കോർഡ് ചെയ്തിട്ട് അതിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് തന്നെ ഫിസിക്കൽ AI എന്ന് പറയുന്നത്. ഫിസിക്കൽ AI കൊണ്ടുവരാൻ പോവുക. അപ്പോൾ ജോലി സാധ്യതകൾ പിന്നെയും കുറഞ്ഞുകൊണ്ടിരിക്കുക ചെയ്യും. ക്യാമറ നെറ്റിയിൽ വെച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് മുഴുവൻ ഒരാഴ്ച അവർ ഒബ്സർവ് ചെയ്യണം. ആ ക്യാമറ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൊണ്ടുപോയിട്ട് AI ടൂൾസിൽ ഏതെങ്കിലും കൊണ്ട് അതിനെ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മെഷീന് തന്നെ ഇത് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നിങ്ങൾ ചെയ്യുന്ന വർക്ക്. അത് ഏത് വർക്കായാലും ശരി. ആ രീതിയിലാണ് ഇപ്പോൾ പുതിയ ഡെവലപ്മെന്റ് അതിലൊക്കെ വന്നു. അപ്പോൾ ലോകം തന്നെ ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം അതുകൊണ്ട് അത്തരം കാര്യങ്ങളെ പറ്റിയിട്ടുള്ള പഠനം നമ്മൾ നടത്തണം. മാത്രമല്ല സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ പഠിക്കണം. അപ്പോൾ നമുക്ക് കുറേ പരിമിതികളുണ്ട്. ഇത് ഞാൻ പറഞ്ഞ ബാലമാഷ കാലമല്ല, ഇപ്പോൾ ഞാൻ അറിഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ബാലമാഷ കാലത്ത് ഇത്ര സംഘടനാ പ്രവർത്തനങ്ങൾ ഇത്ര പ്രയാസം ഉണ്ടായിരുന്നില്ലേ? ഇപ്പോഴത്തെ സ്ഥിതി അതല്ല. സംഘടനാ പ്രവർത്തനങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട്, ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അന്ന് നമുക്ക് ആകെ കേരളത്തിൽ ഒരു കടലാ സംഘടനയായിട്ടുണ്ടായിരുന്ന FMPO മാത്രമാണ്. ഇന്നിപ്പോൾ അതല്ല. നമുക്ക് BPP എന്ന് പറഞ്ഞ സംഘടനയും അത് ആൾക്കാരെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആൾക്കാരെ ഉണ്ടായിക്കോട്ടെ, ആശയം കൊണ്ട് സമരത്തിൽ നമുക്ക് ഒരു വിരോധമില്ല. ആശയം കൊണ്ട് നമ്മൾ സമ്മതിക്കാച്ച കുഴപ്പമില്ല. അതല്ലല്ലോ ചെയ്യുന്നത്. ഇപ്പൊ ഒന്നും വേണ്ട. ഒരു ഉദാഹരണം പറഞ്ഞാല് ഇപ്പൊ ഈ കേസിൽ നമ്മുടെ ടൈം മാറ്റം കേസിൽ തന്നെ എത്ര സംഘടനകൾ ഇതിനെതിരെ പ്രതികരിച്ചു? നമ്മുടെ 3 സംഘടനകളിൽ ആരെ പ്രതികരിച്ചതിനെതിരെ? അപ്പൊ അതുകൊണ്ട് ജീവനക്കാരുടെ പ്രശ്നങ്ങൾ ഇടപെടാൻ NFI മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, എപ്പോഴും ഉണ്ടായിട്ടുള്ളൂ. ഇപ്പൊ ഞാൻ എന്റെ ഫീൽഡ് ആയതുകൊണ്ട് പറയുന്നത് PSA പരീക്ഷയുടെ കാര്യത്തിൽ എന്റെ ക്വസ്റ്റ്യൻ പേപ്പർ മഹാമോശമായിരുന്നു. ഞാൻ അതിനെ പറ്റിയിട്ട് എനിക്ക് തോന്നുന്ന കാര്യം എന്നോട് P4ന്റെ സെൻട്രൽ സെക്രട്ടറി വിളിച്ച് ചോദിച്ചതിൽ വല്ലതും പറയാണ്ടോ? എനിക്ക് തോന്നുമ്പോൾ ഞാൻ റൈറ്റപ്പ് എഴുതി കൊടുത്തു. അയാളത് അങ്ങനെ DL ലെറ്റർ ആക്കിയിട്ട് PMGക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേറെ ഏതെങ്കിലും സംഘടനകൾക്ക് തോന്നിയോ? അവരുടെ ആൾക്കാരൊന്നും പരീക്ഷ എഴുതുന്നില്ലേ? അതൊന്നുമല്ല. അപ്പോൾ ജീവനക്കാരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ള സംഘടന NFI മാത്രമേ ഉള്ളൂ. അതിന്റെ അർത്ഥം തന്നെയാണ്, അല്ലെങ്കിൽ അതിന്റെ തെളിവ് തന്നെയാണ് ഇതൊക്കെ.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പഠിക്കുകയും പഠിപ്പിക്കലും നമുക്ക് കൂടുതൽ ആവശ്യമായിട്ട് വരിക എന്നുള്ളതാണ് അതിൻ്റെത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, അന്നത്തെ സാഹചര്യത്തിൽ നിന്ന് കുറേ വ്യത്യാസങ്ങളുണ്ട്. അന്ന് ഒരു സമരം സംഘടിപ്പിക്കാനുള്ള എളുപ്പമല്ല ഇന്ന് സംഘടന. കാരണം പല പ്രശ്നങ്ങൾ നമ്മുടെ ഉള്ളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് എന്ത് ഒന്നാമത്തെ കാര്യം മൈൻഡ് സെറ്റ് തന്നെ മാറി. അന്നൊക്കെ മൈൻഡ് സെറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ നേരത്തെ പറഞ്ഞത് നല്ലോണം ഉണ്ടായിരുന്നു, സംഘടന തന്നെ വലുതെന്നുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. പലപ്പോഴും അണികളിലെ സംബന്ധിച്ചിടത്തോളം, റാങ്ക് ആൻഡ് ഫയലിനെ സംബന്ധിച്ചിടത്തോളം പല സ്ഥലത്തും എൻ്റെ കാര്യം കൂടിയാണ് പ്രധാനം. അപ്പം അത് പറയുമ്പോൾ ഡൈസണോൺ ഇല്ലാത്തൊരു സംഘടന ഞങ്ങളെ വിളിക്കുകയാണ്. ഇപ്പം നമ്മുടെ മറ്റ് സംഘടനകൾ, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന മറ്റ് സംഘടനകളുടെ സ്ഥിതി ഇതാണ്. അവര് ജീവനക്കാരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നതിന് പകരം NFP എവിടെ പിടിക്കണമെന്ന് നോക്കിക്കൊണ്ട്, അല്ലെങ്കിൽ NFP സമരം ചെയ്യുമ്പോൾ എടുത്ത് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുക. ഈ തരത്തിലാണ് തരംതാണം വരുന്നത്. ഒരു സർവീസ് സംഘടന അല്ലെങ്കിൽ ഒരു ട്രേഡ് യൂണിയൻ സംഘടന എങ്ങനെ ചെയ്യണം, പ്രവർത്തിക്കണം എന്നുകൂടെയാണ്. നിവൃത്തില്ല. അവർക്ക് ഇതുപോലെ ക്ലാസ്സുകളില്ല, അവർക്ക് ഇതുപോലെ പഠന ക്യാമ്പുകളില്ല. അവർക്ക് ആകെയുള്ളത് അവരുടെ കാര്യം, അന്നത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ പരദൂഷണം. അപ്പം അതിൽ ഇതൊക്കെ പെടും. അപ്പം അതുകൊണ്ട് അവരുടെ പഠനം അത്രയുള്ളൂ, നമ്മുടെ പഠനം അതുപോലെ. നമ്മുടെ പഠനം എന്ന് പറഞ്ഞാൽ സമൂഹ യാഥാർത്ഥ്യങ്ങളെ കണ്ടുകൊണ്ട് തന്നെ അതിനെ ഓരോന്നായിട്ട് അതിൽ എന്തൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന പഠിക്കുകയും വേണം, നമ്മുടെ ആൾക്കാരെ പഠിപ്പിക്കുകയും വേണം എന്നുള്ളതാണ് അടുത്ത ഒരു പോയിന്റ് ആയിട്ടുള്ളത്. അഞ്ചാമതായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തിൽ തോന്നിയിട്ടുള്ളത് പോരാട്ടവും ഉത്തരവാദിത്വവും കൈകോർക്കണം എന്ന്. അത് ഇടയ്ക്കിടയ്ക്ക് പറയാറില്ല. മുപ്പര് HR വരുമ്പോൾ പലർക്കും അതുകൊണ്ട് അദ്ദേഹത്തിനോട് കുറേ നീരസങ്ങളുണ്ടായിരുന്നു. എന്നുവെച്ചാൽ നിയമം പറയുമ്പോൾ അദ്ദേഹം അവിടെ നിൽക്കുമ്പോൾ ആ പോസ്റ്റിൽ നിൽക്കുമ്പോൾ അതിൻ്റെ കാര്യം പറയും, പുറത്ത് വന്ന സംഘടന കാര്യം പറയും. അങ്ങനെ ആ ഒരു ഇത് കീപ്പ് ചെയ്തിരുന്നു. പോരാട്ടം വേണം, തീർച്ചയായിട്ടും പോരാട്ടങ്ങൾ വേണം. പോരാട്ടങ്ങൾ കൂടിയേ തീരും. പോരാട്ടങ്ങൾ കൂടെ മാത്രമേ നമുക്ക് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റൂ എന്നൊക്കെ പറയും. അതേസമയം നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് കൂടി അദ്ദേഹം ബോധിപ്പിക്കാറുണ്ട്. ഇപ്പം നമുക്ക് ആ പ്രശ്നമില്ല. കാരണം ഇപ്പം എല്ലാവരും ഉത്തരവാദിത്തത്തിൻ്റെ അപ്പുറം ചെയ്യുന്നു. നമുക്ക് തന്നുള്ള നോസിൻ്റെ അപ്പുറമായിക്കൊണ്ട് നമ്മുടെ ഡ്യൂട്ടി ചെയ്യുന്നു. പക്ഷെ എങ്കിലും നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ പറ്റിക്കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളത് ഇതാണ്. ഒരു ഇൻസ്റ്റൻസ് പോലെ ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, കോഴിക്കോട് RMS തന്നെയായിരുന്നു. 5 മണിക്ക് ഒരാൾ അവിടെ MS ആരാണ്, ഹെഡ് സോട്ടറല്ല, വന്നു. ആൾ വന്നിട്ട് കസേലൊക്കെ വെച്ചിരുന്ന് മൂപ്പര് മുറുക്കൊക്കെ ഉള്ള ആളാണ്, ഒരു പഴയ ആളാണ് മൂപ്പര്. അപ്പോൾ മൂപ്പര് വന്നിരുന്ന് ചെല്ലം തുറന്ന് വീട്ടിലെടുത്ത് അങ്ങനെ കൊണ്ടിരിക്കും. അപ്പോൾ ഒരു കസ്റ്റമർ വന്നിട്ട് ചോദിച്ചു, ഒരു സ്റ്റാമ്പ് കിട്ടുമോ ചോദിച്ചു. അപ്പോൾ ഇയാൾ പറഞ്ഞു സമയമായിട്ടില്ല. അപ്പോൾ പിന്നെ അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ആദ്യം വന്നതാണ്. ഇതിൽ സംഗതി പറഞ്ഞ ശരിയാണ്, 5:20 സമയം തുടങ്ങണം, 5:20 ആയിട്ടില്ല എന്നാണ് അയാൾ പറഞ്ഞത്. പക്ഷെ അത് പറഞ്ഞ രീതി കൂടി ആലോചിച്ച് തുടങ്ങി. സമയമായിട്ടില്ല. രണ്ടാമത് വന്നതാണ്, അപ്പോഴും പറഞ്ഞു സമയമായിട്ടില്ല പറഞ്ഞു. അപ്പോൾ അയാൾ ദേഷ്യം വന്നതാണ് കസ്റ്റമറിനെ. നിങ്ങൾ മുറുക്കിക്കൊണ്ടിരിക്കില്ല, നിങ്ങൾക്കൊരു സ്റ്റാമ്പ് എടുത്തതോടെ വിചാരിച്ചാണ്. അപ്പോൾ വാസ്തവത്തിൽ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ പെരുമാറ്റത്തിൻ്റെ രീതി മോഡിഫൈ ചെയ്താൽ മതി. ഈ കാര്യം പറഞ്ഞാൽ മതി, 5:30 തുറക്കുള്ളൂ, 5:30 തുറക്കാൻ പറ്റുള്ളൂ, എന്തെങ്കിലും പറഞ്ഞ രസമുണ്ട്. അല്ലാതെ മൂപ്പര് ഇപ്പം ആയിട്ടില്ല, സമയമായിട്ടില്ല, അതാ പറയുന്നത്. ആ തരത്തിലുള്ള ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് നമ്മൾ, അല്ലെങ്കിൽ കസ്റ്റമർ കെയറിൻ്റെ ഉത്തരവാദിത്വങ്ങൾ നമ്മൾ ഒരിക്കലും മാറി, അല്ലെങ്കിൽ അതിനെ അത് എൻ്റെ പണിയല്ല എന്നുള്ള പോലെ കാണരുത്. തീർച്ചയായിട്ടും നമ്മുടെ തന്നെയാണ് ഡിപ്പാർട്ട്മെൻറ്റ് കാര്യങ്ങൾ നമ്മൾ തന്നെ നടത്തി കൊടുക്കണം എന്നുള്ള പോലെയാണ് ചെയ്യുന്ന ഉത്തരവാദിത്തങ്ങൾ, കർത്തവ്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ ചിലപ്പോൾ അത് അതിൻ്റെ പരിധി ലംഘിക്കുകയാണ്. ഇപ്പോൾ 20-ാം തീയതി നടപ്പാക്കുന്ന പറയുന്ന ആ പരിഷ്കാരത്തിൻ്റെ ശരിക്കും ഹോംവർക്കൊക്കെ ആദ്യം ചെയ്തിരിക്കേണ്ടത് അത് നമ്മളല്ല ചെയ്യേണ്ടത്. അത് അഡ്മിനിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. അതിൻ്റെ മെയിൽ അറേഞ്ച്മെൻറ്റ് എങ്ങനെ വേണം, അതിൻ്റെ ഡ്യൂട്ടി സ്റ്റാഫ് അറേഞ്ച്മെൻറ്റ് എങ്ങനെ വേണം, എസ്റ്റാബ്ലിഷ്മെൻറ്റ് എങ്ങനെ വേണം, അല്ലെങ്കിൽ അതിൻ്റെ വർക്കിംഗ് അവേഴ്സ് കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടും ഒരു റിപ്പോർട്ട് ആദ്യം അത് ഹോംവർക്കായിട്ട് ചെയ്തിട്ടാണ് നമ്മുടെ അടുത്ത് തരാൻ പാടുള്ളൂ. ഇതിപ്പോൾ അങ്ങനെയല്ല, നിങ്ങളെ ഇംപ്ലിമെൻറ്റ് ചെയ്തോളൂ. ഇപ്പോൾ പറഞ്ഞു കേട്ടത് ശരിയാണെങ്കിൽ ഡിവിഷൻ ഓഫീസ് കിട്ടി നേരെ HR കൊടുത്തു, HR കിട്ടി നേരെ C1 ചക്രവാളിന് കൊടുത്തു, പിന്നെ അയാളുടെ പണിയായി. അതൊക്കെ ആ ഹൈറാർക്കിയുടെ ഏറ്റവും താഴത്തെ പോയിന്റാണത്. മോളിൽ നിന്ന് വരേണ്ടതാണ്, അതൊക്കെ മോളിൽ നിന്ന് ചെയ്ത് വരേണ്ടതാണ്. അങ്ങനെ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞാൻ പറയായിരുന്നു, HR പറയാം എനിക്ക് ഒരാഴ്ച സമയം വേണം അതൊക്കെ ശരിയാക്കണമെങ്കിൽ. കാരണം മെയിൽ അറേഞ്ച്മെന്റ് ശരിയാക്കാൻ കുറച്ച് പണിയുള്ള കാര്യമാണ് ശരിക്കും ചെയ്യണമെങ്കിൽ. അതുപോലെ തന്നെ എസ്റ്റാബ്ലിഷ്മെന്റ് കാര്യത്തിലായാലും ശരി, മറ്റ് പോസ്റ്റ് ഡൈവേഷനുകൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിന് സമയം വേണ്ടേ? ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല എന്ന് പറയാമായിരുന്നു. പക്ഷെ നിർത്തിയില്ല. ഡിപ്പെൻസ്, ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങളെ പറ്റി മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ അന്നത്തെ കാലമല്ല ഇതെന്നുള്ളത് അറിഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ ഈ പാഠങ്ങളൊക്കെ നമുക്ക് ഉൾക്കൊള്ളേണ്ടി വരുന്നത് നമ്മൾ തീർച്ചയാണ്. കാലത്തിൻ്റെ വ്യത്യാസങ്ങൾ കുറേ ഉണ്ട്. പക്ഷേ ഇനി വരാൻ പോകുന്ന കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കുറേ നഷ്ടങ്ങൾ വരാൻ പോകാമെന്നുള്ളത് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് കാര്യം ഉണ്ടാവുമെന്ന് അർത്ഥമില്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്തു, ഇത് മാറ്റാൻ പോകുന്നുണ്ടോ, പോയി മാറ്റിക്കൊള്ളണമെന്നില്ല. ടൈം ചേഞ്ചൊക്കെ അങ്ങനെ തന്നെ ഇംപ്ലിമെന്റ് ചെയ്തു എന്ന് വരാം. പക്ഷേ നമ്മൾ എതിർത്തു, അല്ലെങ്കിൽ നമ്മളതിനെതിരെ പ്രതികരിച്ചു, നമ്മളതിനെതിരെ പ്രതിഷേധിച്ചു എന്നുള്ളത് പോലും അതിൻ്റെ ഏറ്റവും വലിയ ഒരു
പോയിന്റ് ആയിട്ട് അവിടെ നിലനിൽക്കും. ഇത് ഞാൻ പറയുമ്പോൾ 82 സമരത്തിന് ബാലഭാഷക്കുള്ള എന്ന് തന്നെയാണ്. 82 RMS ഉണ്ടായ സമരം റൊട്ടേഷൻ ട്രാൻസ്ഫറിനെതിരായിട്ടാണ് സമരം ഉണ്ടായത്. റൊട്ടേഷൻ ട്രാൻസ്ഫർ എന്ന് പുതിയ ആൾക്കാർക്കൊന്നും അറിയണ്ടാവില്ല. എന്ന് വെച്ചാൽ 3 കൊല്ലം കഴിഞ്ഞാൽ ഒരു ഓഫീസ് മറ്റേ ഓഫീസിലേക്ക് മാറ്റാം. അപ്പോൾ ഒറ്റപ്പാലത്തുള്ള ആളെ വിളിച്ച് കാസർകോട്ടേക്ക്, കാസർഗോഡ് നിന്നുള്ള ആളെ വിളിച്ച് കൊച്ചിയിലേക്ക്, ഈ തരത്തിലായിരുന്നു റൊട്ടേഷൻ. 3 കൊല്ലം കൂടുമ്പോഴൊക്കെ ചെയ്യാനുള്ള പരിപാടിയാണ് കൊടുക്കുന്നത്. അങ്ങനെയാണ് ട്രാൻസ്ഫർ ഓർഡർ ചെയ്തു. ആ സമയത്താണ് ഈ സമരം വരുന്നത്. സമരം 15 ദിവസം സമരം ചെയ്തു. 15 ദിവസം സമരം ചെയ്ത് അതിനിടയിൽ പെട്ടെന്ന് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തു. ഇലക്ഷൻ ഡിക്ലെയർ ചെയ്താൽ പിന്നെ സമരത്തിൻ്റെ ഇതൊക്കെ മാറും. പ്രശ്നങ്ങൾ കൂടുതൽ വരുന്നതുകൊണ്ട് നിരുപാധികം സമരം പിൻവലിച്ചു. 15 ദിവസം ഡൈസോൺ നിരുപാധികം സമരം പിൻവലിച്ചു 82-ൽ. അപ്പോൾ അന്ന് ഭയങ്കര വിമർശനം ഉണ്ടായി. അന്നത്തെ സംസ്ഥാന യൂണിയന്റെ മീറ്റിങ്ങുകളിലൊക്കെ ഭയങ്കര വിമർശനം ഉണ്ടായി. എന്തിനാ വെറുതെ 15 ദിവസം നമ്മൾ കളയുന്നത്, എന്നിട്ട് എന്ത് നേടി നമ്മൾ, അങ്ങനെ എങ്ങനെയൊക്കെ വിമർശനം ഉണ്ടായി. വാസ്തവത്തിൽ അന്നത്തെ സെക്രട്ടറിമാർ വേർത്തു ഇതിന് മറുപടി പറയാൻ വേണ്ടി. നിർത്തിയില്ല, ഒന്നും പറയില്ല. ഒരു നിരുപാധികം പിൻവലിച്ചത്, ഒരു അഗ്രിമെന്റും ഇല്ലാതെ പിൻവലിച്ചത്. പക്ഷേ അതിനുശേഷം ഇന്ന് വരെ ഈ സാധനം വന്നിട്ടില്ല. റൊട്ടേഷൻ ട്രാൻസ്ഫർ വന്ന സാധനം എടുത്തില്ല, പുറത്തേക്ക് എടുത്തില്ല. ഇന്ന് എടുക്കാത്ത സ്ഥിതി ആലോചിച്ച് നോക്കുക. ഇന്ന് പഴയ പോലെ ഓഫീസൊന്നും കൂടി ഇല്ല, അടുത്തടുത്ത ഓഫീസൊന്നും ഇല്ല. എറണാകുളത്തുകാർക്ക് എറണാകുളത്ത്, തൊടുപുഴ, തൃശ്ശൂർ വരാം, അത്രയും വരുള്ളൂ. ബാക്കിയുള്ള മറ്റ് യൂണിറ്റുകളും കാസർഗോഡുകാർക്കൊക്കെ പാലക്കാട് വരാമെന്ന് പറഞ്ഞാൽ ദൂരത്ര വ്യത്യാസമില്ല. അപ്പോൾ ആ റൊട്ടേഷൻ ട്രാൻസ്ഫർ എന്നുള്ള കൺസെപ്റ്റ് ഈ സമരം കൊണ്ട് അവസാനിച്ചു എന്നുള്ളത് ശരിയാണ്. സമരം വിജയിച്ചു ഇല്ലേ നമുക്ക് അങ്ങനെ വിലയിരുത്തേണ്ടി വരും. സമരം വിജയിച്ചോ, 15 ദിവസം റൈസ് കിട്ടിയോണ്ട് വിജയിച്ചോ? തീർച്ചയായിട്ടും വിജയിച്ചു എന്ന് തന്നെ പറയുന്നു. അപ്പോൾ റെസിസ്റ്റൻസ് ഉണ്ടായാലേ കാര്യങ്ങൾ നിലനിൽക്കുള്ളൂ, അല്ലെങ്കിൽ കാര്യങ്ങൾ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ. അതിന് ശേഷം വന്നുള്ള HO സോർട്ടിങ്, കേരള സർക്കാർ ഒഴിച്ച് എല്ലാ സ്ഥലത്തും വന്നു HO സോർട്ടിങ് നടപ്പാക്കി. RMS നിർത്താനുള്ള പരിപാടിയില്ല. കുറച്ച് കാലമായി ഇത് തുടങ്ങി, ഇപ്പം തുടങ്ങിയൊന്നുമല്ല. RMSനോടുള്ള ദേഷ്യമില്ല. ഒന്നാമത്തെ കാര്യം, ഇവിടെ നമുക്ക് സംഘടിത ശക്തി കൂടുതലാണ് RMSന്. പറയുമ്പോൾ അവരൊക്കെ പറഞ്ഞ ഒരു സ്വിച്ച് ഇട്ടാൽ നിൽക്കുന്ന ഓഫീസാണ് RMS. NFP ഒരു സ്വിച്ച് ഇട്ടാൽ അവിടെ നിൽക്കും RMSന്റെ വർക്ക്. അങ്ങനെയായിരുന്നു വാർത്ത കാലം. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അസൂയ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് HO സോർട്ടിങ്ങൾ തമിഴ്നാട്ടിലൊക്കെ വന്നു. കോയമ്പത്തൂർ HO സോർട്ടിങ് ഒക്കെ വന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. കേരളത്തിൽ മാത്രം എന്ത് വന്നില്ല. ശക്തമായ ചെറുത്തുനിൽപ്പ് തന്നെയായിരുന്നു. കേരളത്തിൽ HO സോർട്ടിങ് തുടങ്ങാൻ നോക്കി. ശക്തമായ ചെറുത്തുനിൽപ്പിന്റെ ഭാഗമായിട്ട് തന്നെ എന്ത് വരാതിരുന്ന RMS നിലനിന്ന്. പക്ഷേ എന്ന് വെച്ചിട്ട് എല്ലാ സമരങ്ങളും ജയിച്ചോളന്നില്ല. നമ്മൾ എല്ലാ സമരം ജയിക്കുന്ന അവകാശപ്പെടുന്നില്ല. ഇപ്പോൾ മർജറിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. വസ്തുത്തിൽ ഒരുപക്ഷെ ആലപ്പുഴ RMS, കാസർഗോഡ് RMS, തിരൂർ RMS നിലനിർത്താൻ പറ്റിയെന്നുണ്ടെങ്കിൽ തന്നെ വലിയ കാര്യമാണ്. അത്രയെങ്കിലും സാധിച്ചല്ലോ എന്ന് വിചാരിക്കാം. അത് ഗവൺമെന്റ് മാറുമ്പോൾ, ഗവൺമെന്റ് രീതികളും പോളിസികളൊക്കെ മാറുമ്പോൾ വരുന്ന പ്രശ്നങ്ങളുണ്ടായില്ല. അതിനു മുമ്പേ പറയുകയാണെങ്കിൽ 12 ദിവസം ക്യാഷ് ലീവ് പോയിട്ട് 8 ദിവസം ക്യാഷ് ലീവ് വെക്കാൻ നമുക്ക് ബുദ്ധിമുട്ട്, ഒന്നും മാറ്റാൻ പറ്റില്ല. ഇപ്പോൾ 8 ദിവസം ക്യാഷ് ലീവ് തന്നെ, മുമ്പ് 12 ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ ആ തരത്തിൽ ശരിയാക്കപ്പെടാത്ത അല്ലെങ്കിൽ പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവാം. പക്ഷെ എന്ന് വെച്ചിട്ട് നമ്മൾ അതിനെ എതിർക്കാതിരിക്കരുത്, അതിനെതിരെ പ്രതിരോധം തീർക്കാതിരിക്കരുത് എന്നുള്ളതാണ്. ഇപ്പോഴത്തെ പുതിയ ടൈം മാറ്റത്തിന്റെ കാര്യത്തിൽ ആലോചിക്കും. ഇത് ഈ നൈറ്റ് കൺവേർഷൻ എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര പണ്ട് പോലെയായിരുന്നു. പോസ്റ്റൽ സൈഡിൽ നിന്ന് വരുന്ന ഓഫീസർമാർക്ക് ഭയങ്കര അസൂയാണ്. എങ്ങനെ 2 ദിവസം ഡ്യൂട്ടി ഒരു ദിവസം കൊണ്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഇത്ര ദിവസമൊക്കെ റെസ്റ്റ് എടുക്കുക, എത്ര നേരമൊക്കെ റെസ്റ്റ് എടുക്കണം. ഞാൻ HR വർക്ക് ചെയ്യുമ്പോൾ എന്നോട് വയസ്സ് ചോദിച്ചിരുന്നു, എങ്ങനെ ഈ 2 ദിവസമൊക്കെ റെസ്റ്റ് കൊടുക്കണം, എന്തിനാണ് അങ്ങനെ കൊടുക്കണം? അത് പിറ്റേ ദിവസം വർക്ക് ചെയ്ത് പോയി. അതുപോലെ 4 മണി കഴിഞ്ഞാൽ ഈ സോർട്ടിങ് നടത്തണം. എന്തിനാ 4 മണി കഴിഞ്ഞാൽ പിന്നെ സോർട്ടിങ് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട്, പിന്നെ ക്ലോസിംഗ് ആണ്. അതിപ്പോൾ ഇത് ചോദിക്കേണ്ടതായിരുന്നു. അന്ന് ഞാൻ ചോദിച്ചില്ല, പറയാം. പഞ്ചവാദ്യം കണ്ടിട്ടുണ്ടോ നിങ്ങൾ? പഞ്ചവാദ്യത്തിൽ തിമല കൊട്ടുമ്പോൾ മദ്ദളക്കാരൻ കിടന്ന് താളം പിടിക്കുള്ളൂ. മദ്ദളം കൊട്ടുന്ന മദ്ദളത്തിൻ്റെ സമയം ടേൺ വന്നു കഴിഞ്ഞാൽ തിമലക്കാരൻ താളം പിടിക്കുള്ളൂ. അതുപോലെയാണ് ഈ പണിയും. സോർട്ടിംഗ് കസ്റ്റമർ നിർത്തി കഴിഞ്ഞാൽ മറ്റൊരു പണിയെടുക്കാൻ പറ്റും. സോർട്ടിംഗ് കസ്റ്റമർ സോർട്ട് ചെയ്തെടുക്കണമെങ്കിൽ MTS റെസ്റ്റ് എടുക്കുന്നുണ്ടാവും. ഇത് അങ്ങനെ ഒരു സൈക്ലിംഗ് പ്രോസസ്സാണ്, അല്ലാതെ അത് വർക്കിൻ്റെ നേച്ചർ അങ്ങനെയാണ്. അതുകൊണ്ടാണ് 4 മണിക്ക് സോർട്ടിംഗ് കസ്റ്റമർ നിർത്തണം, മറ്റൊരു ക്ലോസിംഗ് തുടങ്ങണം. ഇത് എത്ര പറഞ്ഞാലും ആ വയസ്സിന് മനസ്സിലാവില്ല. അവർ പിന്നെയും പറയും, എന്നാലും 4 മണിക്ക് നിർത്തണം, അവർ ശരിയല്ല എന്ന് പിന്നെയും പറയുന്നവർ. അപ്പോൾ ഇതിനോടുള്ള നൈറ്റിൽ ഈ വർക്കിനെ പറ്റിയിട്ട് അവർക്ക് ഞാൻ അവസാനം ചോദിച്ചു, മാഡം നൈറ്റ് വർക്ക് ചെയ്ത് കണ്ടിട്ടുണ്ടോ ചോദിച്ചു. വർക്ക് ചെയ്ത് കണ്ടോ, ഫുൾ നൈറ്റ് വർക്ക് ചെയ്ത് കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. എന്നാ പിന്നെ മനസ്സിലായില്ലോ. അങ്ങനെ അവസാനിപ്പിക്കേണ്ടി വന്നു. ചുരുക്കത്തിൽ അതിനോടുള്ള ഒരു എതിർപ്പ് അത് പലതരത്തിലും വന്നിട്ടാണ് ഇപ്പോൾ അവസാനം തിരിക്കുന്നത്. ഇപ്പോൾ നൈറ്റ് കോയിഫിഷ്യൻ്റും ഇല്ല, അല്ലെങ്കിൽ അല്ലെങ്കിൽ നൈറ്റ് അലവൻസ് വേണം, അതും ഇല്ല. ഇതിനെപ്പറ്റി പറയുന്നില്ല. ഇതിപ്പോൾ മറ്റു സ്ഥലങ്ങളിൽ അങ്ങനെയാണ്, ഹോസ്പിറ്റലിൽ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള ആർഗ്യുമെന്റ് കൊണ്ടാണ് വരുന്നത്. ഇപ്പോൾ പുതിയ ടൈം ആയിട്ട് വരുന്നത് നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്ന വലിയ ഇതാണ്, വലിയ ആനുകൂല്യങ്ങളാണ്. സാധാരണഗതിയിൽ 10 മണി വരെ കഴിയുന്ന ഡ്യൂട്ടിക്ക് 1 മണിക്കൂറിന് 10 മിനിറ്റും, 10 മണിക്ക് ശേഷം 6 മണി വരെയുള്ള ഡ്യൂട്ടികൾക്കാണെങ്കിൽ 1 മണിക്കൂറിന് 20 മിനിറ്റ് എന്നൊക്കെ കൺവേർഷൻ ഉള്ളതാണ്. ഇത് പറയുമ്പോൾ ഒരു ASP ചോദിച്ചത് എവിടെ പറഞ്ഞിട്ടുള്ളത്, ഏത് വോള്യത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ടാവും? ഞാൻ പറഞ്ഞു, വോള്യം എനിക്കറിയില്ല, ഞാൻ സർവീസ് ചെയ്ത കാലമാണ് 79 പേർക്ക് ഇങ്ങനെയാണ്, അതെനിക്കറിയാം. അത് എവിടെയോ പറഞ്ഞിട്ടുണ്ടാവില്ല, അത് അങ്ങനെ ചെയ്യില്ലല്ലോ.
എന്ന് പറഞ്ഞു. അങ്ങനെ അവസാനിക്കേണ്ടി വന്നു. അപ്പോൾ ആ തരത്തിൽ ഇതിനോട് യോജിക്കാൻ പറ്റാത്ത കുറച്ചു കാലമായി ഒഫീഷ്യൽ ലെവലിൽ ഇതിനോട് ഭയങ്കര എതിർപ്പ് അല്ലെങ്കിൽ ഇത് തുടങ്ങിയിട്ട് അതാണ് ഇപ്പോൾ പുതുതായി വന്നിട്ടുള്ളത്. ഇത് മുമ്പ് റോളിംഗ് സെറ്റ്സ് എന്ന് പറഞ്ഞൊരു പരിപാടി കൊടുന്നു, അത് പക്ഷേ പരാജയപ്പെട്ടു പോയി, നിർത്തി. പക്ഷേ ഇത് പരാജയപ്പെടുന്ന ഉറപ്പിക്കാൻ പറ്റില്ല. കാരണം ഒന്നാമത്തെ സാഹചര്യങ്ങൾ മാറുകയാണ്, നമ്മുടെ ട്രഡീഷണൽ മെയിൽസ് കുറയുകയാണ്, മറ്റേ മെയിൽസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ബിസിനസ് എന്നുള്ള ആ ഒരു ഇതും കൂടി വരണോടുകൂടി നമുക്കിതിനെ ഒരുപക്ഷെ ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ടേക്കാം. അതിൽ ഇനി നമുക്ക് എത്രത്തോളം നമുക്ക് അനുകൂലമാക്കി മാറ്റാൻ പറ്റും എന്ന് കൂടി ചിന്തിക്കേണ്ടതുണ്ട്. എന്തായാലും ഈ മാറ്റത്തിനെ എതിർക്കുക തന്നെ വേണം എന്നുള്ളത് തന്നെയാണ് ഈ സമയത്ത് നമുക്ക് ആലോചിക്കേണ്ടത്. അപ്പൊ അതാണ് പോരാട്ടം, ഉത്തരവാദിത്വം. നമുക്ക് ഉത്തരവാദിത്വം ഉണ്ട്, നമ്മൾ ഉത്തരവാദിത്വം നമ്മൾ മറക്കുന്നിട്ടല്ല പറയണം. പക്ഷെ അതേസമയം പോരാട്ടം വരുന്ന സമയത്ത് റെസിസ്റ്റൻസ് ചെയ്യേണ്ട സമയത്ത് റെസിസ്റ്റ് ചെയ്യുന്ന വേണം എന്നുള്ളതാണ് അക്കാര്യത്തിൽ. അവസാനത്ത് അല്ലെങ്കിൽ ഇതായിട്ട് പറയാനുള്ളത്, യുവതലമുറയെ വളർത്തിയെടുക്കുക എന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നതാണ്. അപ്പോൾ എനിക്കൊക്കെ കിട്ടിയ ട്രെയിനിങ്ങിൻ്റെ സാഹചര്യം, ഞാനൊക്കെ അന്ന് വളരെ ജൂനിയർ മോസ്റ്റ് ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ട് സാധാരണ കണ്ടല്ലേ, ബ്രാഞ്ച് സെക്രട്ടറിമാർക്ക് അറിയണ്ടാവും. പുതിയ ബ്രാഞ്ച് സെക്രട്ടറിമാർക്ക് നമ്മൾ സംസ്ഥാന സമ്മേളനമൊക്കെ ഉണ്ടാകുമ്പോഴേ ബ്രാഞ്ച് വിളിക്കുമ്പോൾ അങ്ങനെ എൻ്റെ ആവുമ്പോൾ അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ, എന്താ ബ്രാഞ്ച് പ്രശ്നം പറയാനാണ്, എന്നാലും അതിവിടെ വന്ന് പറയാനൊരു ടെൻഷൻ ഉണ്ടാവില്ലേ. അപ്പോൾ അതുപോലെ ആ കാലമാണ്, ആ കാലത്തൊക്കെ ഇതൊന്നും കാര്യം മുഴുവൻ പറഞ്ഞിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പ്രോത്സാഹിപ്പിച്ച് അങ്ങനെ വളർത്തിക്കൊണ്ടിരണം. അത് ഇപ്പോഴും നമ്മൾ തുടർന്നുകൊണ്ടിരിക്കണം. നമുക്ക് ശേഷം വരുന്നവർക്ക് ഒരു വഴികാട്ടിയായിട്ട് തീരണം എല്ലാ നേതാക്കന്മാരും എന്ന അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇതായിട്ട് പറയാറുണ്ട് സാധാരണ. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ രാവിലെ പരാമർശിച്ച കാര്യം കൂടിയാണ് ബ്രിട്ടൻ റെയിൽവേ ഇപ്പോൾ ഒരു പുതിയ ഇതുണ്ടായി. ബ്രിട്ടീഷ് റെയിൽവേ സ്വകാര്യവൽക്കരിക്കപ്പെട്ടതാട്ടോ കുറച്ച് കാലം. ഇപ്പം അത് തിരിച്ചെടുക്കാൻ പോവുക. ബ്രിട്ടീഷ് റെയിൽവേ പബ്ലിക് എന്റർപ്രൈസ് ആയിട്ട് മാറ്റാൻ പോവുക. പ്രൈവറ്റായിട്ട് കൊടുത്തിരുന്നത് പബ്ലിക് എന്റർപ്രൈസ് ആയിട്ട് മാറ്റാൻ പോവുക. എന്തുകൊണ്ടാണ് ഈ തരത്തിൽ? അവിടെ അന്ന് മുതൽക്കേ അവർ എതിർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ജീവനക്കാരുടെ എതിർപ്പ് അന്ന് മുതൽക്കേ ഉണ്ടായിരുന്നു. പിന്നെ സർവീസ് താളം തെറ്റാൻ തുടങ്ങി. ഗവൺമെന്റ് തന്നെ മനസ്സിലായി. അവസാനം ഗവൺമെന്റ് അത് 24 തുടങ്ങിയിട്ടുള്ളത്. പ്രൈവറ്റൈസേഷൻ നിർത്തിയിട്ട് അതിനെ പബ്ലിക് കമ്പനിയാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി തുടങ്ങി. എന്തായാലും ഇത്തരത്തിൽ കുറേ പ്രശ്നങ്ങളുണ്ടാവും, തീർച്ചയാണ്. പ്രശ്നങ്ങളെല്ലാം ഒന്നും നമ്മൾ പ്രതിരോധം കൊണ്ട് തീർക്കാൻ പറ്റില്ല എന്നും അതും തീർച്ചയാണ്. അതൊക്കെ ശരിയാണ്. ഉദാഹരണമായിട്ട് 18 മാസത്തെ DA നമുക്ക് കിട്ടിയില്ല, ആ കൊറോണ കാലത്ത് പിടിച്ചു വെച്ചത് കൊടുത്തിട്ടില്ല. അതുപോലെ സീനിയർ സിറ്റിസൺസിന്റെ ചില ആനുകൂല്യങ്ങൾ റെയിൽവേയിലൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും തിരിച്ചു വന്നിട്ടില്ല. അതൊക്കെ ഇപ്പം ചെറിയ കാര്യങ്ങളാണ്, അതും കൂടി നമുക്ക് നേടാൻ പറ്റില്ല. നമുക്കെച്ചാൽ സൊസൈറ്റിക്ക്, ഞാൻ NFP അല്ല ഉദ്ദേശിക്കുന്നത്, സൊസൈറ്റിക്ക് നേടാൻ പറ്റിയില്ല. പക്ഷേ എങ്കിലും അതിനൊക്കെയുള്ള പ്രതിരോധങ്ങളുണ്ടായിരുന്നു. പെൻഷൻ സംഘടനകൾക്ക് അതിന് വേണ്ടി പ്രതിഷേധിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ ഒന്നും നേടാൻ പറ്റില്ല. എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും നേടിക്കൊള്ളണമെന്നില്ല. പക്ഷെ പ്രതിഷേധിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്, നമ്മൾ ചെയ്തേ പറ്റൂ. നമ്മൾ പ്രതിഷേധിക്കുമ്പോൾ നമ്മുടെ ഉദ്ദേശം എന്താ? അത് വിജയിക്കും തന്നെയാണ്. നമ്മുടെ പ്രതിഷേധം വിജയം കാണുമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാതെ പേരിന് വേണ്ടി പ്രതിഷേധിക്കലല്ല നമ്മൾ ചെയ്യാറ്. അത് ചെയ്യണ സംഘടനകൾ ഉണ്ടാവാം. പക്ഷെ NFPയുടെ പ്രതിഷേധം എന്ന് പറഞ്ഞാൽ ഇത് വിജയിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ് നമ്മൾ പ്രതിഷേധത്തിന് ഇറങ്ങുക. വിജയിച്ചില്ലായിരിക്കാം, അത് ഡിപ്പെൻസ്. ഇത് ഓരോ സമയത്തിൻ്റെ സാഹചര്യത്തിൻ്റെ കാര്യങ്ങളിലേക്ക് മാറുമോ എന്ന് മാത്രമേ. അപ്പോൾ അതുകൊണ്ട് ഇത്രയും ചുരുക്കി പറഞ്ഞ ഈ 6 പോയിന്റ്സിലാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ സംഘടനാ പ്രവർത്തനങ്ങളെ കാണുന്നത്. ഈ സംഘടനാ പ്രവർത്തനങ്ങൾ നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങളായിട്ട് എങ്ങനെ ഏകോപിപ്പിക്കാം, അല്ലെങ്കിൽ എങ്ങനെ അതിന് ഇൻവൈറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും ആ ക്വാളിറ്റീസ് എന്നുള്ളതാണ് നമ്മൾ ഈ അനുസ്മരണ സന്ദർഭങ്ങളിലൊക്കെ ആലോചിക്കേണ്ടത്. തീർച്ചയായിട്ടും ഇത്തരം നേതാക്കന്മാരുടെ നേരത്തെ സ്വാഗതത്തിൽ പറഞ്ഞ പോലെ അവരുടെ തണലിൽ തന്നെയാണ് ഈ സംഘടന വളർന്നു എന്നുള്ളത്. അതുപോലെ ഇനിയും ഇത്തരം നേതാക്കന്മാർ ഉണ്ടായി വരേണ്ടതുണ്ട് എന്ന് മാത്രമല്ല, ഈ സംഘടന നിലനിൽക്കേണ്ടതുണ്ട്. സംഘടന ഉള്ളപ്പോൾ സംഘടനയുടെ വില അറിയില്ല, സംഘടന ഇല്ലാതാകുമ്പോഴാണ് സംഘടനയുടെ വില അറിയുക. ഇന്നിപ്പോൾ സംഘടന ഇതറിയണമെങ്കിൽ അടുത്ത കാലത്തൊരു ഡൽഹിയിൽ ഡയറക്ടറിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായി. ആ മീറ്റിങ്ങിൽ അന്ന് പീത്തയുടെ റെക്കഗ്നേഷൻ ഇല്ല, അപ്പോൾ അതുകൊണ്ട് NFPക്ക് റെക്കഗ്നേഷൻ ഇല്ല എന്നുള്ള നാട്യത്തിലാണ് ഉണ്ടായിരുന്നത്. പക്ഷെ മീറ്റിംഗ് വന്നപ്പോൾ FMBUക്കാരും BPTക്കാരും റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഡയറക്ടർ വരുന്ന ആ കൺസേൺ ഓഫീസർ ഒന്ന് വിളിച്ച് NFPയുടെ ആരാധന വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരാരോ സംശയിച്ചു, അത് റെക്കഗ്നേഷൻ ഇല്ലാത്ത അത് സാരില്ല, അവരുടെ കഴിയട്ടെ, അത് അവരാണ് മേജർ യൂണിയൻ, അവരോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വന്നൊരു സംഭവം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു വർഷമൊക്കെ ആയിട്ടുള്ളൂ അങ്ങനെ ഉണ്ടായിട്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? NFPയുടെ പ്രാധാന്യം ഒരിക്കലും കുറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണത്? ഈ നമ്മൾ പ്രശ്നങ്ങളെ സമീപിക്കുന്നതിൻ്റെ ഗുണം കൊണ്ടും അല്ലെങ്കിൽ പ്രശ്നങ്ങളെ ഏറ്റെടുക്കുന്നതിൻ്റെ ഗുണം കൊണ്ടൊക്കെയാണ്. നമ്മളൊരിക്കലും ഒരു എന്താ പറയുക, വ്യാജ്യമായ കേസുകൾ നമ്മൾ ഏറ്റെടുക്കാറില്ലല്ലോ. ഫ്രോഡ് കേസുകളൊന്നും നമ്മൾ വാദിക്കാൻ പോകാറില്ലല്ലോ. ഫ്രോഡ് കേസാണെങ്കിൽ നമ്മൾ സംഘടന അതിന് വിട്ടു നിൽക്കാൻ പോകുന്നു അല്ലേ. അപ്പോൾ അതുകൊണ്ട് ജെന്യൂനായിട്ടുള്ള കാര്യങ്ങൾ, യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങളിൽ എങ്ങനെ പ്രതിരോധം തീർക്കാം, ഇത് തന്നെയാണ് ബാലമോഷം മുതൽക്ക് അല്ലെങ്കിൽ അതിന് ശേഷം അതിന് മുമ്പുണ്ടായിരുന്ന നേതാക്കന്മാരൊക്കെ നമ്മളെ പഠിപ്പിച്ചത്. അപ്പോൾ അതുകൊണ്ട് ആ തരത്തിലുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കാനും, അതുപോലെ തന്നെ ഇത്തരം സമയങ്ങളിലൊക്കെ ഇപ്പോൾ PHകളാണ് ഏറ്റവും വലിയ പ്രശ്നം. PH 3 ട്രിവാൻഡ്രം, കോഴിക്കോട്, കൊച്ചി 3 PHകളും പ്രശ്നമാണ്.
3 PH-കളിലെയും പ്രശ്നങ്ങൾ വലുതായി അത് വേറെ ചില ഡയമെൻഷനിലേക്കൊക്കെ പോവുക. ഇപ്പോൾ വാസ്തവത്തിൽ അവിടങ്ങളിലൊക്കെ പ്രതിരോധങ്ങൾ നടക്കുന്നുണ്ട്. ആ പ്രതിരോധങ്ങൾ മുഴുവനൊന്നും സക്സസ്ഫുൾ ആവുന്നില്ല എന്ന് മാത്രമല്ല കൗണ്ടർ പ്രൊഡക്റ്റീവ് ആവുന്നു. ചില കാര്യങ്ങൾ തിരിച്ച് വരുന്ന പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതൊന്നും നമ്മളെ തളർത്തേണ്ട കാര്യമില്ല. നമ്മളെ പ്രതിരോധം തുടർന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് നമ്മൾ തീർച്ചയാക്കേണ്ടതും. അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനുകളാണ് നമ്മൾ നടത്തേണ്ടത്. ഇത് തന്നെയാണ് ബാലമാഷ പാഠങ്ങളായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ബാലമാഷ പോലുള്ള നേതാക്കന്മാരെ പറ്റിയിട്ടുള്ള പഠനങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് തന്നെയാണ്. അപ്പോൾ എന്തായാലും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഏതായാലും ഇത് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. മറ്റ് കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും നമ്മുടെ ഭാവി പരിപാടികൾ ഉടനെ തന്നെ ആസൂത്രണം ചെയ്തിരിക്കാം. ഈ ഏറ്റവും മുമ്പിലുള്ളത് തന്നെ ടൈം ചേഞ്ച് തന്നെയാണ്. ആ ടൈം ചേഞ്ച് ആയിട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട. എന്തായാലും അതിന് എന്തെങ്കിലും തരത്തിൽ പ്രതിരോധിക്കാൻ പറ്റുമോ നോക്കണം. അതിൻ്റെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാവണം. അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾ ഇനി വരുന്നതൊക്കെ അങ്ങനെ പെട്ടെന്നായിരിക്കും വരിക, തീർച്ചയായിട്ടും. ആ പെട്ടെന്ന് വരുമ്പോൾ നമ്മൾ തയ്യാറായിരിക്കേണ്ടി വരും. ഇപ്പം ഇതിൽ തന്നെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു കേട്ടത് 20-ാം തീയതി ഇംപ്ലിമെന്റ് ചെയ്തോളാൻ പറഞ്ഞു. ഒരു ഡീറ്റെയിൽസും ഇല്ല. ഇതുപോലെ തന്നെയായിരുന്നു MNOP വന്നപ്പോൾ 2012 MNOP കൊടുത്ത സമയത്ത് ഞാനന്ന് കാലിക്കറ്റ് വർക്ക് ചെയ്യാം. അതുകൊണ്ട് എനിക്കറിയാതെ സൂപ്രണ്ട് വന്ന് പറയുകയാണ്, നാളെ മുതൽക്ക് ഇംപ്ലിമെന്റ് ചെയ്യണം സാർ. ഇത്രയും 83 ബാഗുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അത് എവിടേക്ക്, അതിലെന്താ കൊടുക്കേണ്ടത്, പാറ്റനാർമസിൽ എന്ത് കൊടുക്കണം, അല്ലെങ്കിൽ മറ്റേ നമ്മൾ ഗതാഗത ഓഫീസൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ എന്താ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ പിൻകോഡെങ്കിലും പറഞ്ഞു തരും, നല്ലത് സോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും നോക്കി കണ്ടുപിടി. നാളെ മുതൽ ക്ലോസ് ചെയ്യണം ബാഗ്. അപ്പോൾ അത് എങ്ങനെ ക്ലോസ് ചെയ്യണം? ഈ 83 ബാഗുകൾ ഏത് വഴിക്ക് അയക്കണം, ഏത് മെയിലിൽ അയക്കണം, ഏതിന് അയക്കണം, എയർലൈനാണെങ്കിൽ കൊച്ചിയിലോട് എയർപോർട്ട് വഴിക്ക് അയക്കുമ്പോൾ എങ്ങനെ അയക്കണം, TV ഇടണോ, അതൊന്നും എനിക്കറിയില്ല. നിങ്ങളിന്നൊന്ന് വർക്ക് ചെയ്യും. വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെ വർക്ക് ചെയ്തെന്ന് നാളെ ഒന്ന് പറഞ്ഞാൽ മതി, റിപ്പോർട്ട് ചെയ്താൽ മതി. ഞാൻ പിന്നെ അനുസരിച്ചിട്ട് അറേഞ്ച്മെന്റ് ചെയ്യാം. ഇതായിരുന്നു അന്ന് തന്നെ സ്ഥിതി. അന്ന് കുറേ ഭേദമായിരുന്നു കാര്യങ്ങൾ. ഇപ്പം അതുമല്ല, അതിലും മോശമാണ് സ്ഥിതി. അപ്പം അതുകൊണ്ട് തന്നെ ഡ്യൂട്ടി നമ്മുടെയാണ്. അപ്പോൾ നമ്മൾ എനിക്ക് അനുകൂലമാകുന്ന അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന സൗകര്യപ്പെടുന്ന രീതിയിലും, എന്നാൽ അതേസമയം ഡിപ്പാർട്ട്മെന്റിന്റെ ഇമേജിന് മോശം വരാത്ത രീതിയിലുള്ള അറേഞ്ച്മെന്റുകൾ നമ്മൾ തന്നെ കണ്ടുപിടിക്കേണ്ടി വരും. അത് നമ്മുടെ കർത്തവ്യമായിട്ട് കരുതിയാൽ മതി. അതേസമയം പോരാട്ടവും നമ്മുടെ കർത്തവ്യമാണ്, റെസിസ്റ്റൻസും നമ്മുടെ കർത്തവ്യമാണ്. അതുകൂടി അറിഞ്ഞുകൊണ്ട് ഭാവി പരിപാടികൾ ആലോചിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ബാലമാഷക്കുള്ള ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടും പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം.